എൻ്റെ സ്വദേശം കോട്ടയത്താണ്. കോട്ടയത്തിനടുത്ത് കുമരകം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ സ്വദേശം. കോട്ടയത്തിനടുത്ത് തന്നെ പാമ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് കുടുംബമായി. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ കർത്താവ് നൽകിയിട്ടുണ്ട്. ഈ സെയിം ടൈം അവിടെയും ആരാധന നടക്കുകയാണ്. 9:30 അവിടെയും വിശുദ്ധ ആരാധന ആരംഭിച്ചു. അവിടെയും ശുശ്രൂഷകൾ നടക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷൻ ചർച്ചാണ് ഞങ്ങൾക്ക് കോട്ടയത്ത് ദൈവം കൃപയാൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പല സ്റ്റേറ്റുകളിൽ അതിൻ്റെ വേലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടി ആരാധിക്കുന്നത് തമിഴ് പാട്ടുകളും ഹിന്ദി പാട്ടുകളുമാണ്. മലയാളം പാട്ട് വളരെ കുറവാണ്. തമിഴ് പാട്ടുകളും ഹിന്ദി പാട്ടുകളും അധികമായി പാടി എല്ലാ സെഷനിലും അവിടെ ദൈവത്തെ സ്തുതിക്കാറാണ് പതിവ്. കാര്യം തമിഴ്നാട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിലായി നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. തേനി ഡിസ്ട്രിക്റ്റിൽ ചിന്നമണ്ണൂരിനടുത്ത് എരശനായിക്കന്നൂർ എന്ന് പറയുന്ന ഒരു വില്ലേജുണ്ട്. തേനി ഡിസ്ട്രിക്റ്റിൽ 2-3 ഗ്രാമങ്ങളെ ബേസ് ചെയ്ത് ബോഡി നായ്ക്കന്നൂരിനോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കൃപയാൽ വേലകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉസിലംപെട്ടിക്കടുത്ത് എഴുമല എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഈ സ്റ്റേറ്റിനോട് ബന്ധപ്പെട്ട് ഒരു ചെറിയ വിഷൻ എനിക്കും നൽകിയത് കൊണ്ടാണ് പല സ്ഥലങ്ങളിൽ അങ്ങനെ ഗ്രാമങ്ങളിൽ പോകാനും വേല ആരംഭിപ്പാനും ഒക്കെ ദൈവം കൃപ നൽകിയത്. ഞാൻ ആദ്യമായി ആ ഗ്രാമങ്ങളിലൊക്കെ വേല ആരംഭിക്കുന്ന സമയത്ത് ചില ഫിലിം മിനിസ്ട്രിയൊക്കെ, ജീസസ് ഫിലിം, അതുപോലെ ജീസസ് റെഡീംസ് പുറത്തിറക്കിയിരിക്കുന്ന പാസ്റ്റർ മോഹൻ സി ലാസറസിൻ്റെ ടീം പുറത്തിറക്കിയിരിക്കുന്ന പുതിയ അധ്യായം, ന്യൂ ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഫിലിമുണ്ട് ഗ്രാമങ്ങളോട് ബന്ധപ്പെട്ട്. ആ ഫിലിമൊക്കെ കൊണ്ടുപോയി ഓരോ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ അത് കാണാൻ ഈ പടക്കാഴ്ച എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർ വന്ന് കാണും. ആ ഒരു ഫിലിം ഭയങ്കരമായിട്ട് യേശു കർത്താവിനെ ലിഫ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒത്തിരി പേര് യേശുവിലേക്ക് ഗ്രാമങ്ങളിൽ വരാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഞാൻ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ വേല ആരംഭിപ്പാനിടയായി തീർന്നത്. കുറച്ച് സമയമായിട്ടുള്ളൂ ഇതുപോലെയുള്ള കൂട്ടങ്ങളിലൊക്കെ എൻ്റെ യേശുവിനെ പരസ്യമായിട്ട് ഉയർത്താനും ദൈവം ഒരു ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാനിടയായി തീരും. ഇവിടെ വേല ആരംഭിച്ചതിന് ശേഷമാണ് ഈ തമിഴ്നാടിനോട് ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ വേല ആരംഭിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വട ഇന്ത്യയിലേക്ക് കർത്താവിൻ്റെ വേല വ്യാപിപ്പാൻ കർത്താവ് കൃപ തരുവാനിടയായി തീർന്നത്. അങ്ങനെയാണ് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്യുവാനും ഗ്രാമങ്ങളിൽ യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് അവസരങ്ങളെ നൽകി. ഒരിക്കൽ പോലും യേശുവിനെ കേൾക്കാത്ത ജനങ്ങളുടെ നടുവിൽ പോകാനും അവരുടെ നടുവിൽ പോയി വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വചനം അറിയിപ്പാനൊക്കെയുള്ള ഭാഗ്യം കർത്താവ് നൽകി. ഒത്തിരി സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ചർച്ചിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു ഈ മീറ്റിംഗ് എങ്കിൽ ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറയാമായിരുന്നു. ഞാൻ വന്ന വഴിയിൽ ഇതിൻ്റെ സ്പീക്കറൊക്കെ അങ്ങ് പുറത്ത് ദൂരവേ വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വളരെ ശാന്തമായി വചനം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ തട്ടി കർത്താവിനെ മഹിമപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇന്നലെ പകല് 7 പോരാട്ടങ്ങളെക്കുറിച്ചാണ് ദൈവസഭയോട് സംസാരിച്ചത്. ഞാൻ അതിൻ്റെ ബാക്കി 6 കാര്യങ്ങൾ ഇന്ന് രാത്രി വിശുദ്ധ തിരുസഭയോട് അത് കൈമാറുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച വാക്യം 2 കൊരിന്ത്യർ ലേഖനം 7-ാമത്തെ അധ്യായം 5ഉം 6ഉം വാക്യമാണ്. വായിക്കേണ്ട. ഇന്നലെ രാവിലെ നമ്മൾ പകൽ അത് വായിച്ചിരുന്നു. 7 പോരാട്ടങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൈമാറിയിരുന്നു. 7 യുദ്ധങ്ങൾ, മലയാളത്തിൽ യുദ്ധങ്ങൾ എന്നാണ്, തമിഴിലാണ് പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്. പോൾ പറയുന്നുണ്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് മാംസരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും
ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ നമുക്ക് പോരാട്ടം ഉള്ളത്. ഹല്ലേലൂയ. ഓക്കെ, ഒന്നാമത്തെ യുദ്ധം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇൻസൈഡ് ബാറ്റിൽ, ഉള്ളിൽ നടക്കുന്ന, അകത്ത് നടക്കുന്ന യുദ്ധം. ഞാൻ അതാണ് ഇന്നലെ പകല് സംസാരിച്ചത്. ഇന്നലെ പകല് 7 പോരാട്ടവും പറഞ്ഞ് നിർത്താൻ ആഗ്രഹിച്ചതെങ്കിലും ഒരെണ്ണം പറഞ്ഞപ്പോൾ നമ്മുടെ സമയം തീർന്നു പോയി. അപ്പം അതുകൊണ്ട് ബാക്കി 6 യുദ്ധങ്ങൾ, വളരെ പോരാട്ടങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ബാറ്റിൽ ഫീൽഡിലാണ്, യുദ്ധക്കളത്തിലാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് സേന ഉള്ളതുപോലെ, ആർമി ഉള്ളതുപോലെ, സ്വർഗരാജ്യത്തിൻ്റെ സേവകരാകുന്ന നമ്മൾ സ്വർഗീയ സേനയാണ്. അവൻ നമ്മെ നിർത്തിയിരിക്കുന്നത് പോരാട്ട ഭൂമിയിലാണ്, യുദ്ധഭൂമിയിലാണ്. സോഫ്റ്റായ സ്ഥലത്തല്ല ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ഏത് സമയവും പോരാട്ടം സംഭവിക്കാം. ചെറിയ പോരാട്ടമാണോ ഉള്ളത്? ചെറിയ ജയമാണ് ഉള്ളത്. വലിയ പോരാട്ടമാണ് ഉള്ളത്? വലിയ ജയമാണ് ഉള്ളത്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പോരാട്ടം ചെറുതാണെങ്കിൽ നിങ്ങളുടെ ജയം ചെറുതാണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന പോരാട്ടം വലുതാണെങ്കിൽ നിങ്ങളുടെ ജയം വലിയതായിരിക്കും. വല്ലപ്പോഴുമേ നിങ്ങൾക്ക് പോരാട്ടമുള്ളൂ എങ്കിൽ നിങ്ങളുടെ ജയം വല്ലപ്പോഴുമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്നും പോരാട്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്നും ജയമായിരിക്കും. ഞാൻ ഈ സഭയെ എൻ്റെ കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്കുള്ള പോരാട്ടങ്ങളിൽ നിങ്ങൾ ജയിച്ചു മുന്നേറാൻ കർത്താവ് കൃപ തരട്ടെ. അതുകൊണ്ടാണ് വെളിപ്പാടുകാരനാകുന്ന യോഹന്നാൻ യേശു കർത്താവിനെ കുറിച്ച് എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ജയിച്ചവൻ, ജയിക്കുന്നവൻ, ജയിപ്പാനായി പുറപ്പെട്ടവൻ. ഹല്ലേലൂയ. 3 പദങ്ങളാണ് ജയത്തോട് ബന്ധപ്പെട്ട് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. 1 ജയിച്ചവൻ, 2 ജയിക്കുന്നവൻ, 3 ജയിപ്പാനായി പുറപ്പെട്ടവൻ. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും തോൽവി സഭയ്ക്കില്ല, ജയം മാത്രമേ ദൈവസഭയ്ക്കുള്ളൂ. ഹല്ലേലൂയ. ആന്തരിക യുദ്ധം നടക്കുമ്പോൾ, ഉള്ളിലെ യുദ്ധം നടക്കുമ്പോൾ, അകത്ത് യുദ്ധം നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അകത്തെ യുദ്ധം നടക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങരുത്. അകത്ത് തന്നെ വെയിറ്റ് ചെയ്യുക, അകത്ത് തന്നെ പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് വാതിൽ തുറക്കാതെ അകത്ത് വരികയും അതിന് ആൻസർ തരികയും ചെയ്യും. അതുകൊണ്ട് ഇൻസൈഡ് ബാറ്റിൽ, അകത്തെ യുദ്ധം നടക്കുമ്പോൾ പുറത്തിറങ്ങുകയോ മറ്റാരോടും ഷെയർ ചെയ്യുകയോ ചെയ്യാതെ കർത്താവിനോട് മാത്രം അത് ഷെയർ ചെയ്യുകയും അതിന് മറുപടിയുമായി മാത്രമേ പുറത്ത് ഇറങ്ങാവുള്ളൂ. അകത്തെ യുദ്ധം തൊടുന്നത് നമ്മുടെ ശരീരത്തെയല്ല, നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ മനസ്സ് ആകപ്പാടെ തകർന്നു പോകും. മനസ്സ് കംഫർട്ട് ആവുകയില്ല. ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് നമുക്ക് പോകാൻ ഒക്കത്തില്ല. ഇൻസൈഡ് ബാറ്റിലിൻ്റെ സ്പെഷ്യാലിറ്റി അതാ. പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്, മാനസികമായി നീ സന്തോഷിക്കരുത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ അകത്തു നിന്ന് തന്നെ ഉണ്ടാക്കി, അത് ഫാമിലിയിലാകട്ടെ, ചർച്ചിലാകട്ടെ, ഒരു കോൺഗ്രിഗേഷനിലായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അകത്തുനിന്ന് തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം പിശാച് ഉണ്ടാക്കിക്കൊണ്ടുവരും. എന്താ കാര്യം എന്നറിയാമോ? നീ മാനസികമായി സന്തോഷിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇൻസൈഡ് ബാറ്റിൽ വരുമ്പോൾ മനുഷ്യരോട് ഒത്തിരി സംസാരിക്കാൻ പോകാതെ ദൈവത്തോട് കാര്യം ഭരമേൽപ്പിക്കാമെങ്കിൽ നിന്റെ മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഓക്കെ, രണ്ടാമത്തെ പോരാട്ടം ഔട്ട്സൈഡ് ബാറ്റിൽ, പുറമേ നിന്നുള്ള യുദ്ധം. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 5-6 വാക്യത്തിൽ പുറമേ പോരാട്ടം, പുറത്ത് പോരാട്ടം, ഉള്ളിൽ ഭയം. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. ഔട്ട്സൈഡ് ബാറ്റിൽ, പുറത്തെ യുദ്ധത്തെക്കുറിച്ച് ഒത്തിരി സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം അപ്പോസ്തോലന്മാർ എല്ലാം മിക്കവരും പുറമേയുള്ള പോരാട്ടങ്ങളെ ഫേസ് ചെയ്തവരാണ്.
എല്ലാവരും അപ്പോസ്തല പ്രവൃത്തി എന്ന് സഭ ആരംഭിച്ചോ, തിരുസഭ ആരംഭിച്ച അന്ന് മുതൽ പുറമേയുള്ള പോരാട്ടം ആരംഭിച്ചതാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ മിക്ക പേരും പുറമേയുള്ള പോരാട്ടത്തിൽ മുറിവേറ്റവരാണ്. പുറമേയുള്ള പോരാട്ടം തൊടുന്നത് നമ്മുടെ ശരീരത്തെയാണ്, മുറിവേൽപ്പിച്ചു കളയും. പെർസിക്യൂഷൻ, ഉപദ്രവങ്ങൾ, തകർത്ത് കളയത്തക്കവണ്ണമുള്ള പ്രശ്നങ്ങൾ, ഔട്ട്സൈഡ് ബാറ്റിൽ അങ്ങനെയാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വ മരണം വരിച്ചവരാണ്. പുറമെയുള്ള പോരാട്ടത്തിലാണ് അവർ മരിച്ചു പോയത്. യോഹന്നാൻ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായുള്ള മരണം വരിച്ച വ്യക്തി. എന്ന് വെച്ചാൽ യോഹന്നാന് പോരാട്ടങ്ങൾ ഉണ്ടായില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഡൊമീഷ്യൻ നാട് ഭരിക്കുന്ന കാലത്ത് എഫസോസിലെ ബിഷപ്പായി വിഹരിക്കുന്ന കർത്തൃദാസനാകുന്ന യോഹന്നാൻ ശക്തമേറിയ ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്താണ് ഡൊമീഷ്യൻ ചക്രവർത്തി രാജാവായ ഡൊമീഷ്യൻ ചക്രവർത്തി തന്നെ ആരാധിക്കണമെന്നൊരു നിയമം രാജ്യത്ത് കൊണ്ടുവന്നത്. നമ്മൾ ദാനിയേൽ പ്രവചനത്തിലും എസ്തേറിൻ്റെ പുസ്തകത്തിലുമൊക്കെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ വായിക്കുന്നുണ്ടല്ലേ. രാജാക്കന്മാരെ വണങ്ങണം, രാജാക്കന്മാരെ ആരാധിക്കണം. അതുകൊണ്ടാ ദ ലോർഡ്സ് ഡേ, കർത്തൃ ദിവസം, ദ ലോർഡ്സ് ഡേ, രാജാവിൻ്റെ ദിവസം എന്നുള്ള മേഖലയിലേക്ക് വന്നത്. രാജാവിൻ്റെ ദിവസം, രാജാവിനെ ആരാധിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് രാജാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെക്കുന്ന സമയം ജനം മുഴുവൻ നാദവും തമ്പുരുവും വീണയും ഒക്കെ കുഴൽനാദങ്ങളും മീട്ടുന്ന സമയം രാജാവിൻ്റെ ബിംബത്തിൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് അവനെ ആരാധിക്കണം. ഇത് ഡൊമീഷ്യന്റെ കൽപ്പനയായിരുന്നു. ദാനിയേലിന്റെ കാലത്തും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒക്കെ നെബൂഖദ്നേസർ രാജാവിനെയോ അതുപോലെയുള്ള മനുഷ്യ ശക്തികളെ വണങ്ങാതെ വന്നതുകൊണ്ടാണ് 7 മടങ്ങ് തീ കൂട്ടി തീച്ചൂളയിലേക്ക് അവരെ ഇട്ടത്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയതിനെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഇന്ന് രാത്രി രാവിലെ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവനുണ്ട് എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമല്ലോ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഡൊമീഷ്യനെ ആരാധിക്കുകയില്ല, അല്ലെങ്കിൽ ആ ഡൊമീഷ്യന്റെ ബിംബത്തെ ആരാധിക്കുകയില്ല എന്ന് വന്ന സമയത്ത് യോഹന്നാനെ നാട് കടത്തുന്നതിന് മുമ്പ് യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടുവെന്ന് ചരിത്രം പറയുന്നു. വേദപുസ്തകത്തിൽ നമുക്കതിന് തെളിവില്ല. ചരിത്രം പറയുന്നു യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടു. ഇതാണ് ഔട്ട്സൈഡ് ബാറ്റിൽ. പക്ഷേ ആ എണ്ണ ഫ്രീസായി പോയി. ഹല്ലേലൂയ. അവസാനം യോഹന്നാനെ പിന്നെ ശിക്ഷിക്കാൻ രാജകീയ നിയമം അനുവദിക്കായികയാൽ മരണം വരെ നേരെ നാട് കടത്തിയേക്ക് പത്മോസ് ഐലൻഡിലേക്ക്, പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുക, മരണം വരെ. അതായിരുന്നു ഡൊമീഷ്യന്റെ അവസാനത്തെ ശിക്ഷ. അങ്ങനെ 90 വയസ്സിലധികം പ്രായമുള്ള യോഹന്നാനെ നേരെ പത്മോസ് ഐലൻഡിലേക്ക് നാട് കടത്തുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ വലിയ കൃപയാ 2 പ്രാവശ്യം പത്മോസ് ഐലൻഡിൽ താമസിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങളെ അനുവദിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുവാൻ വേണ്ടിയുള്ള എൻ്റെ യാത്രകളിൽ ഞാൻ എഫസോസിലെ കുസാഡസി എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണത്തിൽ നിന്ന് ഒരു ബോട്ടിൽ 4.5 മണിക്കൂർ യാത്ര ചെയ്ത് ഭൂമിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ഐലൻഡുകളിൽ ഒന്നായ ആ പത്മോസ് ഐലൻഡിൽ എത്തിച്ചേരുവാനിടയായി തീർന്നു. അവിടെ ചെന്നപ്പോഴാണ് അവിടെയുള്ള ഗൈഡ് പറയുന്നത് 1.5 വർഷത്തോളം യോഹന്നാൻ പത്മോസ് ഐലൻഡിൽ ഉണ്ടായിരുന്നു. താൻ അവിടെ പാർക്കുന്ന സമയത്ത് ഒത്തിരി പാറക്കോറികളൊക്കെ അവിടെയുണ്ട്. പാറ പൊട്ടിക്കുവാൻ വേണ്ടി തടവുകാർക്ക് നിയോഗം കൊടുക്കും. പാറയെടുക്കാൻ വരുന്നവർ കൊടുക്കുന്ന കഷണങ്ങളോ റൊട്ടികളോ ഒക്കെയാണ് ആ തടവുകാരുടെ ഭക്ഷണമെന്ന്
പറയുന്നത്. കുറെ കഴിയുമ്പോൾ ഒന്നും ലഭ്യമാകാതെ അവർ അവിടെ യുദ്ധ തടവുകാരായി ജീവിതം തീർക്കുകയാ, അസ്ഥി പഞ്ഞരങ്ങളായി അവിടെ മാറുകയാ. ഈ സെയിം ടൈം യോഹന്നാനും നേരെ പത്മോസ് ഐലൻഡിലേക്ക് നാടുകടത്തപ്പെട്ടു. ഓർക്കുക, 90 വയസ്സിലധികം പ്രായമുള്ള ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ ആ പത്മോസ് ഐലൻഡിൽ പോയി കിടക്കുമ്പോൾ ഡൊമീഷ്യനെ ആരാധിക്കുന്ന ആരാധനയുടെ ശബ്ദം ആ ടർക്കിയുടെ ആമീൻ 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 മണ്ണിൽ നിന്നിങ്ങനെ ഉയരുമ്പോൾ ഈജിയൻ കടലിൻ്റെ മുകളിൽ കൂടി കുറിയോസ് ഡോമിനോസ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന രാജാവിനെ ആരാധിക്കുന്ന ആരാധനയുടെ ശബ്ദം ആ തിരകൾക്ക് മുകളിൽ കൂടി ഐലൻഡിൻ്റെ അകത്ത് കിടക്കുന്ന യോഹന്നാന്റെ കാതിൽ എത്തിക്കാണാം രാജാവിനെ ആരാധിക്കുന്ന ആരാധനയുടെ ശബ്ദം. കുറിയോസ് ഡോമിനോസ് എന്ന് പറഞ്ഞ് അവർ ആരാധിക്കുകയാ, കുറിയോസ് സീസറോ എന്ന് പറഞ്ഞ് അവർ രാജാവിനെ ആരാധിക്കുകയാ. എന്നാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നു, ദ ലോർഡ്സ് ഡേ, രാജാവിന്റെ ദിവസം വന്നപ്പോ യോഹന്നാൻ ആത്മവിവശനായി. ദ ലോർഡ് എന്ന് വിളിക്കുന്നത് രാജാവിനെയാ, ഡൊമീഷ്യനെയാ. രാജാവിനെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ ഒറ്റയ്ക്ക് കിടക്കുന്ന യോഹന്നാൻ ആത്മവിവശതയിലായി. ഹല്ലേലൂയ. ആമേൻ. കുറിയോസ് ക്രിസ്തോസ് എന്ന് പറഞ്ഞ് യോഹന്നാൻ ഒറ്റയ്ക്ക് ദൈവത്തെ ആരാധിക്കുകയാ. ഞാൻ ദൈവസഭയോട് പറയുന്നു, 100 കണക്കിന് ദൈവമക്കൾ ഇന്ന് പകൽ ഈ പന്തലിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ പത്മോസ് ഐലൻഡിൽ 100 കണക്കിന് പേർ ആരാധിക്കാനില്ല. ഒറ്റയാളേ ഉള്ളൂ ആത്മാവിൽ നിറയാനുള്ളൂ. ഒറ്റയാള് പത്മോസ് ഐലൻഡിൽ ആത്മാവിൽ നിറഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകം തുറക്കാൻ തുടങ്ങി. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? 100 കണക്കിന് പേര് വേണ്ട വെളിപ്പാട് തുറക്കാൻ. ആത്മാവിൽ നിറയാൻ ഒറ്റയാള് തയ്യാറുണ്ടെങ്കിൽ വെളിപ്പാടിൻ്റെ കലവറ കർത്താവ് തുറക്കാനിടയായിത്തീരും. സഹോദരങ്ങളെ, ഔട്ട്സൈഡ് ബാറ്റിൽ ശക്തമാകുമ്പോൾ വേദനിച്ചു പോകരുത്. അടുത്ത തലമുറയ്ക്കാവശ്യമായ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് നൽകിയിരിക്കും. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസ് ശ്ലീഹ പല കാരാഗൃഹങ്ങളിൽ താൻ പാർത്തിരുന്നു. ഒരു രാത്രി മൊത്തം ഫിലിപ്പിയ കാരാഗൃഹത്തിൽ താൻ താമസിച്ചില്ല. അർദ്ധരാത്രിയായപ്പോൾ കാരാഗൃഹം തുറന്നവർ പുറത്തു വന്നു, കാരാഗൃഹം തകർന്നവർ പുറത്തു വന്നു. എന്നാൽ എഫെസോസിലെയും റോമിലെയും കൈസരിയായിലെയും ഒക്കെയുള്ള കാരാഗൃഹത്തിൻ്റെ അകത്ത് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസ് ശ്ലീഹ പോയ സമയം താൻ പല കാരാഗൃഹങ്ങളിൽ നിന്നും പുറത്തു വന്നത് ലേഖനങ്ങളോടുകൂടിയായിരുന്നു. എഫേസ് ലേഖനം അങ്ങനെ വന്നതാ, ഫിലിപ്പിയ ലേഖനം അങ്ങനെ വന്നതാ, ഫിലേമോന്റെ ലേഖനം അങ്ങനെ വന്നതാ, 2 തിമോത്തി അങ്ങനെ വന്നതാ. ഔട്ട്സൈഡ് ബാറ്റിൽ വന്നപ്പോ പോൾ കാരാഗൃഹത്തിലായതാ. പക്ഷെ തിരിച്ചു വന്നപ്പോ കയ്യിലൊരു ലേഖനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അടുത്ത ദൂത് കിട്ടാനുള്ള വഴി അതാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യും? നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ അടുത്ത ദൈവീക ആലോചനയുടെ കലവറ കർത്താവ് തുറക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നിന്നെ തകർക്കാനല്ല ആ പ്രശ്നം, നിന്നെ മുടിക്കാനല്ല ആ പ്രശ്നം, നിന്നെ ഒതുക്കാനല്ല ആ പ്രശ്നം, നിന്റെ മിനിസ്ട്രിയെ ഇല്ലാതെയാക്കാനല്ല ആ പ്രശ്നം. അടുത്ത ലെവലിലേക്ക് നിന്നെ ഒരു മേജർ ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോകാൻ തമ്പുരാൻ കൊണ്ടുവന്ന പ്രോബ്ലമാണ് അതെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ സന്തോഷത്തോടെ അതിന് സ്തോത്രം ചെയ്ത് ആ രോഗം നിന്നെ തകർക്കാനല്ല, ആ പോരാട്ടം നിന്നെ തകർക്കാനല്ല, ആ ബുദ്ധിമുട്ടുകൾ നിന്നെ തകർക്കാനല്ല, അടുത്ത ലെവലിലേക്ക് നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറമേയുള്ള പോരാട്ടം മുഖാന്തരമാണ് അപ്പോസ്തലന്മാരെല്ലാം കർത്താവിൻ്റെ വേല ചെയ്തത്. ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സ്ഥലം ഇട്ടേച്ചു പോകുകയല്ല അപ്പോസ്തലന്മാർ ചെയ്തത്. പൗലൂസിൻ്റെ 1-ാം മിഷണറി യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ പൗലൂസ് ലുസ്ത്രായിൽ ചെന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ലുസ്ത്രായിൽ ചെന്നപ്പോൾ പൗലൂസ് അവിടെ ഒരു മുടന്തനെ സൗഖ്യമാക്കി
എന്ന് ദൈവവചനം പറയുന്നു. സൗഖ്യമാക്കിയതിന് ശേഷം പെട്ടെന്ന് അടുത്ത സംഭവം നടക്കുന്നത്, അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും കുറേ യഹൂദന്മാർ ഓടി വന്ന് അപ്പോസ്തലനാകുന്ന പൗലൂസിനെ കല്ലെറിഞ്ഞു എന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. ഔട്ട്സൈഡ് ബാറ്റിൽ, പെർസിക്യൂഷൻ, ഉപദ്രവങ്ങൾ, കല്ലേറുകൊണ്ട് പൗലൂസ് താഴെ വീഴുകയാ, തൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാ. നോക്കിക്കേ, മരിച്ചുപോയി എന്ന് പറഞ്ഞ് ചണ്ടിക്കുമ്പാരങ്ങളുടെ മുകളിലേക്ക് പൗലൂസിനെ വലിച്ചുകൊണ്ടു പോകുകയാണ്. മരിച്ചുപോയി, അതെ, ജീവൻ നഷ്ടപ്പെട്ടു, നേരെ കൊണ്ടിട്ടു. പക്ഷേ തൻ്റെ ശിഷ്യന്മാർ, തൻ്റെ സഹോദരന്മാർ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്നവരെ കൂടെ കൊണ്ടുപോകാവൂ. എൻ്റെ മലയാളം മനസ്സിലായില്ല. ചുറ്റും നിന്ന് സംസാരിക്കുന്നവരെ കൂടെ കൊണ്ടുപോകരുത്. ചുറ്റും നിന്ന് കഥ പറയുന്നവരെ കൂടെ കൊണ്ടുപോകരുത്. ചുറ്റും നിന്ന് കമന്റ് പറയുന്നവരെ കൂടെ നടത്തരുത്. ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാൻ ധൈര്യമുള്ളവരെ കൂടെ കൊണ്ടുപോയാൽ മരിച്ചവൻ ചാടി എഴുന്നേൽക്കാനിടയായി തീരും. അല്പസമയം അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നീ ഒരു വേലയ്ക്ക് പോകുമ്പോൾ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ കൊണ്ടുപോകുക, ചുറ്റും നിന്ന് ആരാധിക്കാൻ പറ്റുന്നവരെ കൊണ്ടുപോകുക. പ്രശ്നങ്ങൾ വരുമ്പോൾ കമന്റ് പറയുന്നതിനേക്കാൾ നല്ലത് ചുറ്റും നിന്ന് വാ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ കൂടെ കൊണ്ടുപോയാൽ അതിൻ്റെ അകത്തൊരു ജീവൻ വെളിപ്പെടുവാനിടയായി തീരും. വേദപണ്ഡിതന്മാർ പറയുന്നത്, വേദശാസ്ത്രിമാർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ലുസ്ത്രായിൽ വെച്ച് പൗലൂസ് ജീവൻ നഷ്ടപ്പെട്ട് ചണ്ടിക്കുമ്പാരങ്ങളിൽ കിടന്ന ആ സമയത്താ താൻ മൂന്നാം സ്വർഗത്തിലേക്ക് പോയതെന്ന് അനുമാനിക്കുന്ന വേദപണ്ഡിതന്മാർ വിരളമല്ല, ധാരാളമുണ്ട്. ആ ടൈം, ആ പർട്ടിക്കുലർ ടൈം തൻ്റെ ആത്മാവിനെ തേർഡ് ഹെവനിലേക്ക്, മൂന്നാം സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോയി എന്ന വേദശാസ്ത്രിമാർ പറയുന്നത്. അത് ശരിയാണെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് കൈമാറാം. നിന്നെ തകർത്തു മുടിച്ച് നീ വേദനിച്ചെന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ തിരിച്ചറിഞ്ഞോണം, സ്വർഗ സാന്നിധ്യത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകയാ. നിന്റെ ബോഡി വീക്കായി കിടക്കുമ്പോൾ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകാനുള്ള വഴിയാണതെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ട്. സ്തുതിച്ചു തുടങ്ങുന്ന ദൈവത്തിന് ഹല്ലേലൂയ. മൂന്നാം സ്വർഗത്തിലെ വെളിപ്പാടുകൾ തരാൻ തമ്പുരാൻ പ്രസാദം തോന്നിയെങ്കിൽ കൃപാസനം ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പിതാക്കന്മാരുടെ കാലം മുതൽ ആരംഭിച്ച അഭിഷേകത്തിൻ്റെ ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് കൃപാവരങ്ങളും ശക്തമേറിയ ദൈവശക്തിയും മൂന്നാം സ്വർഗത്തിൻ്റെ വെളിപ്പാടും പ്രാപിക്കുന്ന ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ അഭിഷേകമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം പറയുക. ഹല്ലേലൂയ. ഇതൊന്നും സങ്കല്പങ്ങളല്ല, ഇതൊന്നും കെട്ടുകഥകളല്ല. പൗലൂസ് മൂന്നാം സ്വർഗം വരെ പോയെന്നുള്ളത് ചരിത്രമാണ്. അതങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമില്ല. പക്ഷേ അത് വിശ്വസിക്കാനുള്ള ധൈര്യം വേണം, വിശ്വസിക്കാനുള്ള മെച്യൂരിറ്റി വേണം. ശരീരത്തിനല്ല, ആത്മാവിന്. പ്രൈസ് ഗോഡ്. ആത്മാവിന് അതിനുള്ള മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തലം കൃപാസനം ദൈവസഭയ്ക്കകത്ത് കർത്താവ് തുറക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്നോട് ചേർന്ന വലങ്കരം ഉയർത്തിപ്പിടിച്ച് ദൈവസഭയെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്കൊന്ന് ഹാൻഡ് ഓവർ ചെയ്താട്ടെ. പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സഭയെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്കൊന്ന് ഹാൻഡ് ഓവർ ചെയ്താട്ടെ. അറിവുള്ളവർ നമ്മുടെ നടുവിലുണ്ട്, നല്ല കാര്യം. പരിചയമുള്ളവർ നമ്മുടെ നടുവിലുണ്ട്, നല്ല കാര്യം. അനുഭവ സമ്പത്തുള്ളവരാണ് നമ്മൾ, അധികം നല്ല കാര്യം. എന്നാൽ അതിനെ വെല്ലുന്നതാ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, അതിനെ ഓവർകം ചെയ്യുന്നതാ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാവിലെ കർത്താവിനോട് പറ, ഞങ്ങളുടെ സഭയെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക്
ഇന്ന് രാവിലെ ഹാൻഡ് ഓവർ ചെയ്യുക. ഞങ്ങളുടെ ദൈവദാസന്മാരെ, ഞങ്ങളുടെ ദൈവമക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. പറ, കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് പറ, കർത്താവേ, ആത്മാവിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഞങ്ങളുടെ കൃപാസനം ദൈവസഭയ്ക്കകത്ത് ആത്മാവിൻ്റെ കൊടിയ കാറ്റ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ജഡത്തിന് കീഴടങ്ങുന്നവർ കൈ ഉയർത്തിപ്പിടിക്കണ്ട. പക്ഷേ പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്നവർ മാത്രം കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വാ തുറന്ന് പറ, പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ ഞങ്ങളുടെ സഭയെ അവിടത്തേക്ക് ഇടപെടേണ്ടതിനായി, അവിടത്തേക്ക് വർക്ക് ചെയ്യേണ്ടതിനായി, അവിടെ നിന്ന് ഉപയോഗിക്കാനുള്ളവരെ ഉയർത്തിയെടുക്കേണ്ടതിനായി ഞങ്ങളുടെ സഭയെ നിന്റെ ആത്മാവിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുകയാ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, അവരെ മൈൻഡ് ചെയ്യണ്ട. മുമ്പിലിരിക്കുന്നവരെ മൈൻഡ് ചെയ്യണ്ട, പുറകിലിരിക്കുന്നവരെ മൈൻഡ് ചെയ്യണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ ഇരിപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളാന മനിതൻ ആത്മാവിൽ ബലപ്പെടുന്ന രാവിലെയാ. കമാൺ റിമഷ ഖതറയ ബഖാന. പുതിയ ഭാഷകൾ ദൈവാത്മാവ് നാവിൽ തരാൻ പോകുകയാ. അറബി അംദൽ ഖമനി ഷഹസ്ത ബാഹ ദഗൽ കരഗബൗ ശമനിയ റന്ദ സ്റ്റാലി ടബൽ ഖമർത്തനസ്തര. എവിടെ കൃപാവരങ്ങൾ ജ്വലിച്ചത് എവിടെ കൊണ്ടുവച്ചു? പ്രവചനാത്മാവിൽ നിറഞ്ഞവരൊക്കെ എവിടെ പോയി? എന്തേ അഭിഷേകമുള്ള ഒരു ശുശ്രൂഷകനെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റാതെ വന്നത്? എന്തേ ഉണർവ് പ്രസംഗകരെ പ്രസവിക്കാൻ നാം മറന്നുപോയോ? ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ദേശം പിശാച് പിടിച്ച് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ധകാരത്തിന്റെ ഇരുട്ടുകളെ ക്യാൻസൽ ചെയ്യാൻ, അധികാരമുള്ള ചലതനെ പ്രസവിക്കാൻ ദൈവസഭ മറന്നുപോയോ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഗർജിക്കുകയാ. അഭിഷേകമുള്ള ഒരു തലമുറയെ ദൈവസഭ കാണാൻ പോകുകയാ. മജസ്റ്റി റാഹിമാദലാബി അർത്ഥലയ പ്രമനഘടക ഭൗഷസിയാര ലയൺ ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇന്ന് രാത്രി അന്ധകാരത്തിന്റെ നെറുകയിൽ ഗർജിക്കുകയാണ്. കമാൻ, അടുത്ത ഒരു യൗവന തലമുറ എഴുന്നേറ്റ് വരുന്നതിന് തടസ്സം നിൽക്കുന്ന പൈശാചിക അധികാരങ്ങളെ ഇന്ന് രാവിലെ ക്യാൻസൽ ചെയ്യുക. ദൈവസഭ ശാസിക്കുക. നിങ്ങളുടെ ഇടവും വലവും ഇരിക്കുന്നവരെ നോക്കരുത്. നോക്കിയാൽ നിങ്ങൾക്ക് ആരാധിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ മറ്റുള്ളവരെ മൈൻഡ് ചെയ്താൽ കൈയടിക്കാൻ ഒക്കത്തില്ല. ആമേൻ. നിങ്ങൾക്ക് ആത്മാവിൽ ജ്വലിക്കാൻ ഒക്കത്തില്ല. കാര്യം അവർ നിങ്ങളെക്കാൾ സീനിയർ ആയിരിക്കാം, ജൂനിയർ ആയിരിക്കാം, നിങ്ങളെക്കാൾ പണമുള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. പ്ലീസ്, ഇന്ന് രാവിലെ നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ ശക്തി പുറത്തു വരട്ടെ. ഷാഹിബ റഹിബ റന്ദസ്തബിനി ലാഹിബ രാധലാബി നഹാർദനീസി അസ്തലയ പ്രമനഘടക ശഹബദ ജനക അരന്ധാസ ബഹരന്ധനാസ് ഓ റാസ് ലൈറ്റ് ഹൈസ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണാൻ പോവാ. കൃപാസനം ദൈവസഭയ്ക്കകത്ത് നടക്കാൻ പോകുന്ന എളുപ്പുതൽ, ആ റിവൈവൽ നമ്മൾ കാണാൻ പോകുകയാ. കമാൺ, ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന എളുപ്പുതൽ നമ്മൾ കാണാൻ പോകുകയാ. കമാൺ സിസ്റ്റേഴ്സ്, മദേഴ്സ്, ബ്രദേഴ്സ്, പാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, എൽഡേഴ്സ്, കമാൺ. ജമാർദനി സാഹിബ റഹാലി പ്രദഗലഗ ഡഗ ബാബ. Majesty Rahibala Rabah Shamdara Balabah Arthurala Badarabaga. ദൈവസഭയുടെ ഇന്നത്തെ പകലത്തെ ആരാധന സാധാരണമല്ല. ഇതൊരാത്മ പോരാട്ടമാണ്.
ഈ വചനം ആത്മപോരാട്ടമാണ്. ഈ വചനം ഇന്ന് പകൽ ജയിച്ച് തിരിച്ചു വരാൻ പോവാ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ തിരിച്ചു വരികയില്ല. അത് അതിൻ്റെ പ്രവൃത്തി തികച്ചട്ടെ തിരികെ വരികയുള്ളൂ. ദരാലബാരബ ലാധരാലബ്രഹോ ശഖാദരാബ. ജീസസ്. കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, 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 പരിശുദ്ധ ആവിയാനവരേ, ആവിയാനവരേ, അൻപിനാവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, ആവിയാനവരേ, അപ്പാ ആവിയാനവരേ, പരിശുദ്ധാവിയാനവരേ. എന്നോട് കർത്താവ് സംസാരിക്കുന്നത് ഞാൻ തിരിച്ചറിയുക. ഇന്നത്തെ ആരാധനയിൽ കൃപാസനം ദൈവസഭയ്ക്കകത്ത് നിന്ന് ഒരു പുതിയ തലമുറ എഴുന്നേക്കാൻ പോവാ. നമ്മൾ നോക്കി നിൽക്കുക, നമ്മുടെ തലമുറ ദൈവശക്തിയിൽ എഴുന്നേക്കാൻ പോവാ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടേ ഒരു ഹല്ലേലൂയ പറയാമോ? അങ്ങനെ ഒരു ജനറേഷൻ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ ഈ ദൈവസഭയ്ക്കകത്ത്? ആട്ടെ, ചിലരെങ്കിലും കൈ ഉയർത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു ജനറേഷനെ തടുക്കുക എന്നുള്ളത് പിശാചിൻ്റെ സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജിക്കലായിട്ടുള്ള റൂട്ടാണ് പിശാചിൻ്റെ. ഒരു ജനറേഷനെ തകർക്കണം, ഒരു ജനറേഷനെ ഇല്ലാതാക്കണം, ഒരു തലമുറയെ ഇല്ലാതാക്കണം. ഇത് പിശാചിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഈ പ്രാവശ്യം ഈ സഭ ഇവിടെ ക്രമീകരിച്ച ഈ യോഗത്തിൽ പിശാചിൻ്റെ ആ തന്ത്രം തകരാൻ പോവാ. പറ ആമേൻ. വൺ മോർ ടൈം ആമേൻ. ഈ എസ്തേറിൻ്റെ പുസ്തകം എന്തിനാ ബൈബിളിൽ ആ റൂട്ടിൽ എഴുതി വെച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? എസ്തേറിൻ്റെ പുസ്തകം അറിയാൻ വയ്യാത്തവരായിട്ട് നമ്മുടെ ദൈവസഭയിൽ ആരും കാണില്ല. കാര്യം ഒത്തിരി പ്രസംഗിക്കുകയും ഒത്തിരി പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലൊരു പദം കിടപ്പുണ്ട്. ആ പദമാണ് എസ്തേറിൻ്റെ പുസ്തകം ആ റൂട്ടിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ കാരണമായ പദം. ആ പദം പെട്ടെന്ന് നമ്മൾ വായിച്ചു വിടത്തേയുള്ളൂ. പക്ഷേ ആ പദത്തിലൊന്ന് നിൽക്കാമെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാകും. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. இந்த நடுவெளியின் படிப்பு അനന്തരം അഹശ്വരേഷ്, ഞാൻ വായിക്കുക. അനന്തരം അഹശ്വരേഷ് രാജാവ് ആഗാഗ്യനായ ഹമ്മദാഥയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു. അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. നിങ്ങൾ തമിഴിൽ മനസ്സിലങ്ങ് വായിച്ചാൽ മതി, നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അഹശ്വരേഷ് രാജാവ് ആഗാഗ്യനായ ഹമ്മദാഥയുടെ മകൻ ഹാമാന്. അപ്പോൾ ഹാമാനെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ ഹാമാൻ്റെ
പിതാവിൻ്റെ പേരവിടെയുണ്ട് ഹമ്മദാഥ. എന്നാൽ അതിന് തൊട്ടു മുമ്പ് മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആഗാഗ്യനായ ഹമ്മദാഥയുടെ മകൻ ഹാമാൻ എന്നെഴുതിയിരിക്കുന്നത്. ആഗാഗ്യനായ ആ ഒരു പദമാണ് ഈ എസ്തേറിൻ്റെ പുസ്തകം ഈ ഒരു റൂട്ടിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത്. കാരണം എന്തെന്നറിയാമോ? ആഗാഗ്യൻ എന്ന് വെച്ചാൽ ആഗാഗിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ആരാണ് ആഗാഗ്? ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആഗാഗ് ആരാണെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 15:8 അമാലേക്യരുടെ രാജാവായ ആഗാഗ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അമാലേക്യരുടെ രാജാവായ ആഗാഗ്. അപ്പോൾ ആ വചനം രണ്ടും കൂടി ചേർത്ത് നോക്കിയാൽ ആമേൻ ഒറ്റ പദം, ആ ഒറ്റ പദത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകും. ഹാമാൻ ആഗാഗ്യനാണ്. ആഗാഗ് ആരാണ്? അമാലേക്യരുടെ രാജാവാണ്. എങ്കിൽ ഹാമാൻ അമാലേക്യനാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഹാമാൻ ആഗാഗ്യനാണ്. ആഗാഗ് അമാലേക്യരുടെ രാജാവാണ്. പ്രൈസ് ദ ലോർഡ്. എന്ന് വെച്ചാൽ അമാലേക്യനാണ് ഹാമാൻ. അപ്പോൾ അമാലേക്ക് എന്ന പദം എസ്തേറിൻ്റെ പുസ്തകത്തിൽ മറഞ്ഞു കിടക്കുകയാണ്, വായിക്കുന്നില്ല. വായിക്കുന്ന പദം ആഗാഗ്യൻ എന്ന് മാത്രമേ ഉള്ളൂ. ആഗാഗ് അമാലേക്യനാണ്. അമാലേക്യനായ ഹാമാൻ എന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടിയനെ. ശ്രദ്ധിച്ച്, അമാലേക്കിൻ്റെ ഒരു പ്രശ്നം, അമാലേക്കിന് ദൈവജനത്തെ കാണാനൊക്കത്തില്ല. എപ്പോൾ ഇസ്രായേലിനെ കണ്ടാലും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ജാതിയാണ് അമാലേക്ക്. തെളിവ്, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ ആദ്യം യുദ്ധത്തിന് വരുന്നത് ആരെന്നറിയാമോ? അമാലേക്യനാണ്. ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകത്തിൽ ദൈവവചനം പറയുന്നത് 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങൾ നോക്കിയേ, ഇസ്രായേൽ മക്കൾ ഒരു വലിയ തകർച്ച കഴിഞ്ഞ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മാറാ കടന്ന് അവർ വരുന്ന വഴിയിൽ ഈ ജനത്തിനെതിരെ യുദ്ധത്തിന് വരുന്ന ജാതിയുടെ പേരാണ് അമാലേക്ക് എന്ന് പറയുന്നത്. നമുക്ക് അമാലേക്കിനെതിരെ ഈ മോസസ് മുഖാന്തരം, ജോഷുവ മുഖാന്തരം ഇസ്രായേൽ ജയിച്ചതിനെ കുറിച്ചും നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. എന്നാൽ ആ 17-ാം അധ്യായം അവസാനിക്കുമ്പോൾ ദൈവാത്മാവിൽ വചനത്തിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. 16-ാമത്തെ വാക്യം തീരുമ്പോൾ യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് തമിഴിൽ വായിക്കാമോ? 17-ന്റെ-16 വാക്യം. அமலேக்கின் கை கர்த்தருடைய சிங்காசனத்துக்கு விரோதமாய் இருந்தபடியால் தலைமுறை தலைமுறை தோறும் அவனுக்கு விரோதமாய் கர்த்தரின் யுத்தம் நடக்கும் என்றான். എത്ര പവർഫുള്ളായ ഒരു വചനമാണ്. അമാലേക്കിനോട് എൻ്റെ ദൈവത്തിൻ്റെ യുദ്ധം എന്നുവരെ ഉണ്ടെന്നാ വായിക്കുന്നത്. ഫ്രം ജനറേഷൻ ആൻഡ് ടു ജനറേഷൻ, തലമുറ തലമുറയായി ദൈവത്തിന് അമാലേക്കിനോട് യുദ്ധമുണ്ട്. എന്തേ ദൈവത്തിന് ഈ ജനതയോട്, അമാലേക്യ ശക്തിയോട് തലമുറ തലമുറയായി യുദ്ധമുള്ളതിൻ്റെ കാര്യം ബൈബിൾ വിവക്ഷിക്കുന്ന 1-2 കാര്യം ഞാൻ ദൈവമക്കളോട് പറയാൻ പോവാ. അത് പറഞ്ഞ് 1-2 നിമിഷം നമുക്ക് ആ പവറിനെ ആത്മാവിൽ ശാസിക്കണം. കാര്യം ദൈവസഭയ്ക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ. 1 ശമൂവേൽ 15-ാം അധ്യായം വായിക്കുമ്പോൾ ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തത് അമാലേക്കിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാനാണ്. ശ്രദ്ധിച്ചേ, ശമൂവേൽ മുഖാന്തരം ശൗലിനെ അഭിഷേകം ചെയ്തത് അമാലേക്കിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനാണ്. പഴയ നിയമത്തിൽ ഓരോരുത്തരെ അഭിഷേകം ചെയ്തതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു.
കുറേ അഭിഷേക തൈലം ഒഴിച്ച് കുറേ പേരെ അഭിഷേകമുള്ളവരാക്കി നിർത്തിയേക്കാമെന്നോർത്ത് അഭിഷേകം ചെയ്തതല്ല, മറിച്ച് ഓരോരുത്തരെ അഭിഷേകം ചെയ്യുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ദൈവത്തിനുണ്ടായിരുന്നു. സാംസനെ അഭിഷേകം ചെയ്തു. ശിംശോൻ, എന്തിനാ ശിംശോനെ അഭിഷേകം ചെയ്തേ? ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ, ആമീൻ. ശൗലിനെ എന്തിനാ അഭിഷേകം ചെയ്തേ? അമാലേക്കിന്റെ കയ്യിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ. എങ്കിൽ പുതിയ നിയമസഭയെ ആമീൻ ബൈബിൾ പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുകയാ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുകയാ. നമ്മെ ദൈവം അഭിഷേകം ചെയ്തതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കും? കമാൻ, അല്ല, എൻ്റെ മേലൊരു അഭിഷേകമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ മാത്രം ആ കര ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാവിലെ ദൈവത്തിനൊരു ഹല്ലേലൂയ പറയട്ടെ. ശൗല് അമാലേക്കിനെ കൊന്നു മുടിച്ചു. പക്ഷേ വായിക്കുന്ന വാക്യം ആഗാഗിനെ ജീവനോടെ വെച്ചു, അമാലേക്കിനെ ജീവനോടെ വെച്ചു. ഒരു വചനമുണ്ട്, ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് ശൗലും യോനാഥാനും സ്വന്തം വാളിൽ വീണു മരിക്കുമ്പോൾ ശൗലിൻ്റെ ജീവൻ അവൻ്റെ ശരീരത്തിൽ ഇരുന്നതിനാൽ അതുവഴി വന്നവനോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, ഞാനൊരു അമാലേക്യൻ. ഉടനെ ശൗല് പറയുക, എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നീ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെയാ ശൗൽ ജീവൻ വെടിയുന്നത്. ശൗലേ, നിന്നോട് അമാലേക്യനെ തകർക്കാൻ പറഞ്ഞാൽ നീ അതിനെ ഒന്നിനെ ജീവനോടെ വെച്ചാൽ അതിൻ്റെ കൈകൊണ്ട് നിന്റെ ജീവൻ പോകും. അറിയുക, പാപത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്താൻ, അശുദ്ധിക്കെതിരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാൻ കരുത്തുള്ള ദൈവസഭയാ ഇന്നു പകൽ ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പാപവുമായി കോംപ്രമൈസ് ഇല്ല, പാപ അശുദ്ധിയുമായി നമുക്ക് ഉടമ്പടിയില്ല. ഇന്ന് രാവിലെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന മുഴുവൻ ശക്തികളെയും യേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ തന്നെ ക്യാൻസലാക്കപ്പെടട്ടെ. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം. ശമൂവേൽ വന്ന് ശൗലിനോട്, നീ എന്തിനാ ആഗാഗിനെ ജീവനോടെ വെച്ചത്? പിന്നെ കുറെ ആടുമാട്, എന്തിനാ ഇതിനൊക്കെ ജീവനോടെ വെച്ചെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ദൈവത്തിന് യാഗം കഴിക്കാനാണെന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് സംസാരിക്കുന്ന ശൗലിനെ നമുക്കവിടെ കാണാം. എന്നിട്ട് കർത്താവിൻ്റെ ദാസൻ, പ്രവാചകൻ, ദീർഘദർശി ശമൂവേൽ തന്നെ പറയുന്നു, യാഗത്തെക്കാൾ എത്രയോ നല്ലതാ ദൈവത്തിൻ്റെ അനുസരണം. ദൈവത്തെ അനുസരിക്കുന്നത് യാഗത്തേക്കാൾ വലുതാണ്. അതുകൊണ്ട് നിന്റെ മത്സരം നിർത്തി, നീ മത്സരം മുമ്പോട്ട് കൊണ്ടുപോയാൽ ആഭിചാരം പോലെ നീ കെട്ടപ്പെട്ടു പോകും. മത്സരം ആഭിചാര ദോഷം പോലെയാ. ശമൂവേൽ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് 15-ാമത്തെ അധ്യായം 32-33 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. വളരെ ശ്രദ്ധേയമായ വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ 15:32-33. பின்பு சாமுவேல் அமலேக்கின் ராஜாவாகிய ஆகாகை என்னிடத்தில் கொண்டு வாருங்கள் என்றான். ஆகாக் சந்தோஷமாய் அவனிடத்தில் வந்து மரணத்தின் கசப்பு அற்றுப்போனது நிச்சயம் என்றான். சாமுவேல், உன் பட்டயம் ஸ்திரீகளை பிள்ளையற்றவளாக்கினது போல ஸ்திரீகளுக்குள்ளே உன் தாயும் பிள்ளைகளற்றவளாவாள் என்று சொல்லி சாமுவேல் കിൽഗാലിലെ കർത്തർക്ക് മുൻപാകെ ആഗാഗை തുണ്ടിത്തു പോട്ടാൻ. നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിക്കുക. ശമൂവേൽ ആഗാഗിനെ ഇല്ലാതെയാക്കുന്നതിന് മുമ്പ് ശമൂവേൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആഗാഗേ, നിന്റെ വാള് സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ. ആഗാഗേ, നിന്റെ വാള് സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കി എന്ന് വെച്ചാൽ നീ കാരണം അടുത്ത തലമുറ ഇല്ലാതെയായി. ഓ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവമക്കൾ, വായി തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആഗാഗേ, അടുത്ത തലമുറയെ ഇല്ലാതെയാക്കിയത് നീയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ
കൃപാസനം ദൈവസഭ ഒന്നിച്ചു ചേർന്ന് അമാല്യയ്ക്ക് ശക്തിയെ ശാസിക്കാൻ പോവാ. അതിനുള്ള അധികാരം ദൈവം സഭയ്ക്ക്, ഇവിടെയുള്ള സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, പാസ്റ്റേഴ്സിന്, ലീഡേഴ്സിന് ദൈവം അധികാരം തന്നിട്ടുണ്ട്. യു ഹാവ് ദ അതോറിറ്റി. ദൈവം നിനക്ക് തന്ന ഈ അതോറിറ്റി ആക്കാതെ ആ അധികാരമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അമാല്യക്കിൻ്റെ ശക്തിയെ നീ ശാസിക്കാമെങ്കിൽ നിന്റെ തലമുറയുടെ വിടുതൽ ഇന്ന് പകൽ സംഭവിക്കാൻ പോകുകയാ. അംബാലഗന്ധി ജാനഗച്ഛനം പ്രമന്ധാനഗച്ഛനി സമസ്ത രഗൽഖനാസിയ. ആകാകെ നിന്റെ വാള് സ്ത്രീകളെ മക്കളില്ലാതാക്കിയത് കൊണ്ട് നീ ഇനി ഈ മണ്ണിൽ വേണ്ട എന്ന് പറഞ്ഞ് ശമൂവേൽ ആകാകിയ ശക്തിയെ തകർക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ കൈമാറുകയാ. അമാല്യക്കിൻ്റെ ശക്തി, അമാല്യക്കിൻ്റെ പവർ അടുത്ത ജനറേഷനെ കൊന്നുമുടിക്കാൻ ദൈവസഭയിൽ അടുത്ത തലമുറ എഴുന്നേക്കരുത്. ഈ പുസ്തകം പിടിച്ച് ദൈവത്തെ ആരാധിക്കുന്ന അപ്പനമ്മമാരുടെ തലമുറകൾ ഈ പുസ്തകമെടുത്ത് ദൈവത്തെ സേവിക്കാതിരിക്കേണ്ടതിനായി എവിടെ നിന്നോ അമാല്യക്കിൻ്റെ ശക്തി ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാവിലെ അത് കണ്ട് കരയാനുള്ള ദൈവമക്കളല്ല ഞാനും നിങ്ങളും. അത് കണ്ടുകൊണ്ട് ആരാധിക്കാനുള്ള ദൈവമക്കളല്ല ഞാനും നിങ്ങൾ. പറ്റുമെങ്കിൽ ശമൂവേലിൻ്റെ കൈ ഉയർന്നതുപോലെ അന്ന് അവൻ്റെ കയ്യിൽ വാളായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ കയ്യിൽ അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. ആ അഭിഷേകമുള്ള കരം ഉയർത്തി ഇന്ന് രാവിലെ നീ കൽപ്പിക്കണം. എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ ജനറേഷനെതിരെ, എൻ്റെ സഭയ്ക്കെതിരെ, കൃപാസനം ദൈവസഭയ്ക്കെതിരെ അടുത്ത ജനറേഷൻ പൊങ്ങി വരാതിരിക്കത്തക്കവണ്ണം അമർച്ചയായി കൽപ്പിക്കുന്ന എല്ലാ അമാല്യക്കിൻ്റെ അധികാരങ്ങളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കമാൻ ചാടിന ബഹദരിക ബദജനക ബൗഷസിയാര വായി തുറന്ന് കമാൻഡ് ചെയ്യുക. പതനി സമരിയ യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അടുത്ത ജനറേഷൻ സ്നാനമേൽക്കാതിരിക്കത്തക്കവണ്ണം, അടുത്ത തലമുറ സുവിശേഷ വേലക്കാരാകാതിരിക്കത്തക്കവണ്ണം ദൈവസഭയുടെ പോക്ക്, ദൈവസഭയുടെ ഇടപെടലും കണ്ട് അടുത്ത തലമുറ തല പൊക്കേണ്ടതിന് പകരം അടുത്ത തലമുറയുടെ തല കുനിക്കുന്ന അമാല്യക്ക് അധികാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ കമാൻ കൈ അടിക്കുകയാണ്. അഭിഷേകത്തോടെ അടിക്കണം. വായി തുറന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ യേശുവിൻ്റെ നാമം പറയുകയാണ്. അധികാരത്തോടെ പറയണം. കമാൻ വർഷങ്ങളായി നീ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ നിന്റെ തലമുറയ്ക്ക് ഒരു ഗതിയില്ലാതെ, നിന്റെ തലമുറ അഭിഷേകം പ്രാപിക്കാതെ, നിന്റെ തലമുറ ദൈവവചനം ധ്യാനിക്കാതെ, നിന്റെ തലമുറ ഇഷ്ടാനുസരണം ഓടി 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 പിശാചിന്റെ വലയ്ക്കകത്തേക്ക് ചെന്ന് വീഴത്തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, ഈ ശബ്ദ പരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന അപ്പനമ്മമാരെ, ജാതി ഏതാകട്ടെ, മതമേതാകട്ടെ, നിന്റെ തലമുറ വഴി പിഴച്ചു പോയാൽ പിന്നെ നിന്റെ കഷ്ടപ്പാടുകൾ കൊണ്ട് എന്തർത്ഥമാണ്? ഇന്ന് രാവിലെ നിന്റെ തലമുറയെ ചൂളം കുത്തി വിളിക്കാൻ യേശുവിന്റെ ശക്തിക്ക് അധികാരമുണ്ട്. അവരുടെ തൊണ്ടയിൽ കുരുങ്ങിയ ആഭിചാരത്തിന്റെ ചൂണ്ടകൾ, അവരുടെ തൊണ്ടയിൽ കുരുങ്ങിയ മന്ത്രവാദത്തിന്റെ ചൂണ്ടകൾ, അവരുടെ ഉദരത്തിൽ കുരുങ്ങിയ കൈവശത്തിന്റെ ചൂണ്ടകൾ യേശുവിന്റെ നാമത്തെ ഇന്ന് രാവിലെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാ. ജലര ധനഗബ ധനഗബ ധനഗബ. നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് നിന്റെ തലമുറ ഈ സുവിശേഷത്തെ ഉയർത്താൻ പോകുകയാ. നിന്റെ തലമുറ ഈ സുവിശേഷത്തെ ഉയർത്താൻ പോകുകയാ. നമ്മുടെ സഭയിലെ പിതാക്കന്മാർ അടുത്ത തലമുറയെ എഴുന്നേൽപ്പിച്ച് അടുത്ത ജോഷുവമാരെ കൂടെ കൊണ്ട് നടന്നു അടുത്ത തലമുറയെ പൊക്കിയെടുത്ത് സുവിശേഷത്തിൻ്റെ ബാറ്റൻ അവരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതുകൊണ്ടല്ലേ കൃപാസനം ദൈവസഭ വളർന്ന് പടർന്ന് പന്തലിച്ച് വർദ്ധിച്ചത്. ഇന്ന് രാവിലെ അടുത്ത തലമുറയെ പൊക്കിയെടുക്കാൻ ദൈവസഭയ്ക്കകത്തേക്ക് ദൈവശക്തി ദൈവം പകരുമ്പോൾ ഇന്ന് രാവിലെ അതിനെ മാമെ കൈനീട്ടി സ്വീകരിപ്പാൻ കരുത്തുള്ള ദൈവമക്കളാണ് ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഖമാൻ, ഒരു തലമുറയുടെ മേൽ ഈ അഭിഷേകം വന്നു വീഴട്ടെ.
ജലബാര ഹദരിഗബാല ഘടകബൗ ശബ്ദരാധന ദരാലഗ മനാശഖാദരി ബഹസ്തരി റൂദാലാരാബാഖ. കൃപാസനം ദൈവസഭകൾ എവിടെല്ലാം ഉണ്ടോ ആ സഭകളിലെല്ലാം ചെറുപ്പക്കാർ എഴുന്നേക്കട്ടെ. കൈ ഉയരുന്നില്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കാൻ കരുത്തുള്ള അപ്പനമ്മമാർ ഇതിൻ്റെ അകത്തുണ്ടാകണം. അടുത്ത തലമുറ ശുശ്രൂഷിക്കുന്നത് കണ്ട് കൈകൊട്ടി ആരാധിക്കാൻ കഴിയുന്ന മെച്ചുവർ പേഴ്സണാലിറ്റി ഇതിൻ്റെ അകത്തുണ്ടാകണം. അടുത്ത തലമുറ കൃപാവര ശുശ്രൂഷയോടുകൂടെ വിശുദ്ധ ജീവിതത്തിൽ പൊങ്ങി വരുന്നത് കണ്ട് ആനന്ദ നൃത്തം ചവിട്ടാൻ കഴിയുന്ന അപ്പനമ്മമാർ ഇതിൻ്റെ അകത്തുണ്ടാകണം. ഇന്ന് രാത്രി അടുത്ത തലമുറയെ പൊക്കിയെടുക്കാൻ അമാലേക്കിന്റെ അധികാരങ്ങളെ വെട്ടിക്കളയുക. നിന്റെ തലമുറയ്ക്ക് രോഗം വന്നപ്പോൾ നീ പ്രാർത്ഥിച്ച് തിരിച്ചു പിടിച്ചില്ലേ? നീ പ്രാർത്ഥിച്ച് നിന്റെ തലമുറയെ ജീവനിലേക്ക് കൊണ്ടുവന്നില്ലേ? അതേ അഭിഷേകം മതി നിന്റെ തലമുറ അഭിഷിക്തനായി മാറേണ്ടതിനായി. ഡിഗാലാഗി മസറോബിനി ലാജിസ്റ്റി ബിഖറോ ബാഖ അജുല്ലന്തംബൻ ചന്ദരാബില്ല തരിച്ചല പ്രതിസ്തര പ്രബാലക. എന്തോ ഭയങ്കര ദൈവശക്തിയുടെ മൂവ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുകയാ. അസാധാരണമായ ഒരു പകർച്ച ഞാൻ ഇതിൻ്റെ അകത്ത് കാണുകയാ. ഏതോ ചില പൈശാചിക മതിലുകൾക്കെല്ലാം വിള്ളൽ വരാൻ പോകുകയാ. പിശാചിട്ട വലകളെല്ലാം കീറിപ്പോകാൻ പോകുകയാ. ഈ ദൈവസഭയുടെ ആവിക്കുരിയ താമെ തകപ്പൻ നോക്കി നിൽക്കെ ആയിരക്കണക്കിന് തലമുറകൾ ചാടി എഴുന്നേറ്റ് കൃപാസനം ദൈവസഭയുടെ പേരിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷ നിർവഹിക്കുന്നത് കാണുന്നൊരു കാലം വരുമെന്ന് ഞാൻ പ്രവചിച്ചാൽ കൈതട്ടി അതിനെ സ്വീകരിപ്പാൻ എത്ര പേർ തയ്യാറുണ്ട്? ലാബ്രോഹോസി ലഹാര ലബാഗാഷ്. എൻ്റെ കൈ ഉയർത്തി ഞാൻ ബ്ലസ് ചെയ്യുക. ഇന്ന് പകൽ ഇവിടെ വന്ന ചെറുപ്പക്കാരെ, യൗവനക്കാരെ, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവാ. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവാ. ഇവിടെ വന്ന സിസ്റ്റേഴ്സ്, സഹോദരിമാർ, ദൈവം യൂസ് ചെയ്യാൻ പോവാ. ശക്തമായി പരിശുദ്ധാത്മാവി തലമുറയ്ക്കുള്ള ഒരു അപ്പസ്തോലിക് അഭിഷേകം തമ്പുരാൻ വെള്ളമൂറ്റി ഒഴിക്കുന്ന പോലെ പകരാൻ പോകുകയാ. ലാബ്രോ സറ്റലാബാകാതാറാബാകാന. അമാലേക്കിന്റെ രാജാവിനെ തകർത്ത് കളഞ്ഞു. നിന്റെ വാള് സ്ത്രീകൾക്ക് മക്കളില്ലാതെയാക്കി. നിങ്ങൾക്കറിയുവോ, തലമുറയെ തൊട്ട തമ്പുരാൻ സമ്മതിക്കുകയില്ല. എപ്പോഴും ഓർത്തോണം, തലമുറകളെ തൊട്ടാൽ തമ്പുരാൻ സമ്മതിക്കുകയില്ല. കാര്യം, നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയം ഒരു പിതൃഹൃദയമാണ്. മക്കൾക്ക് വേണ്ടിയുള്ള ഹൃദയമാണ് ദൈവത്തിൻ്റെ ഹൃദയം. അതുകൊണ്ടാണ് തമ്പുരാൻ തന്നെ കുടുംബം സ്ഥാപിച്ച്. ദൈവം കുടുംബം സ്ഥാപിക്കാൻ കാര്യം, നമ്മുടെ ദൈവം
പിതൃഹൃദയമുള്ളവനാണ്. മക്കളെ വേണം, ദൈവത്തിന് തലമുറകൾ വേണം. അതുകൊണ്ട് ആദാമിനെ കൈകൊണ്ട് സൃഷ്ടിച്ചിട്ട് ഇങ്ങനൊരു വാക്യം ലൂക്കോസിൽ എഴുതി, ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം ആരുടെ മകൻ? അപ്പോൾ പിതൃഹൃദയമാണ് നമ്മുടെ ദൈവത്തിന്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചർച്ചിൽ പറയും, അപ്പനമ്മമാരെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറ, പിള്ളേരെക്കുറിച്ചെങ്ങാനും പറഞ്ഞ തമ്പുരാൻ സമ്മതിക്കുകയില്ല. പിള്ളേരെ തൊട്ടു നോക്ക്, തമ്പുരാൻ അടങ്ങിയിരിക്കത്തില്ല. ആ കൊച്ചിൻ്റെ ദേഹത്ത് എത്ര തുള്ളി കണ്ണുനീർ വീണതാണെന്നറിയാമോ? ആ അമ്മയുടെ അറിയാമോ? പ്രൈസ് ഗോഡ്. മിസ്രൈമിൽ വെച്ച് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിൽ ഇട്ടേക്കാൻ പറഞ്ഞപ്പോൾ ഒക്കത്ത് പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെയെല്ലാം വലിച്ചു കൊണ്ടുപോവുക പട്ടാളക്കാർ നൈൽ നദിയുടെ തീരത്തോട്ട്. അമ്മമാർ പുറകെ ഓടി, കൊണ്ടുപോകല്ലേ എൻ്റെ കൊച്ചിനെ, കൊല്ലല്ലേ, കൊച്ചിന് പകരം ഞാൻ മരിക്കാം, എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകരുത്. അമ്മ നോക്കി നിൽക്കെ ചുഴറ്റി എറിയുക കൊച്ചിനെ. നൈൽ നദിയിൽ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി ആ കുഞ്ഞ് മൃതി അടയുന്നത് കണ്ട് മാറത്തടിച്ച് കരഞ്ഞ കണ്ണുനീർ ഫറവോൻ കണ്ടില്ല. പക്ഷേ എൽറോയ്, ക്ഷമിക്കണേ, ഞാൻ മன்னிപ്പ് കേൾക്കുക, ഒരു കാര്യം പറയാനാ. ശ്വാസം മുട്ടി മരിക്കുന്നതിൻ്റെ വില എങ്ങനെയാണെന്ന് നിനക്കറിയാൻ വയ്യാത്ത കൊണ്ടാണോ ഫറവോനെ ചെങ്കടലിൽ വെച്ച് അങ്ങനെയൊന്ന് ദൈവം ചെയ്തേ? അറിയില്ല എനിക്ക്, ഐ ഡോണ്ട് നോ. ഞാൻ പുതിയ നിയമ ശുശ്രൂഷകനാണ്, പക്ഷെ പറയാതിരിക്കാൻ തരവില്ല. ശ്വാസം മുട്ടി മരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഫറവോനെ നീ ഒന്ന് അറിയണം. നീ നൈലെടുത്താൽ ഞാൻ ചെങ്കടലെടുക്കും. തലമുറയെ തുടരുത്. ഇസ്രായേൽ എൻ്റെ ആദ്യ ജാതൻ. എല്ലാ വേലക്കാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഒരു യുദ്ധം, ആത്മമണ്ഡലത്തിലെ പോരാട്ടമാണ്. ശതരബാലഘടക പൗഷസ് മജനഗാദരബലഘടക ശതരികബതജനഗബ ധൂരാലബാദരാദല പ്രമാണക. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഒഴുകിയ കണ്ണുനീരൊന്നും വൃഥാവായി പോകില്ല അമ്മച്ചിമാരെ, പോകില്ല. എൻ്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചതാണ് എനിക്ക് വേണ്ടി, ഒത്തിരി പ്രാർത്ഥിച്ചു. കൊച്ചു വീടിൻ്റെ അകത്ത് സാക്ഷ്യം, ഒരു വാക്ക് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ, ക്ഷമിക്കണേ. പുറത്തായതുകൊണ്ട് സാക്ഷി എന്തിനാ പറഞ്ഞെന്ന് എന്നോട് ചോദിക്കരുത്, ഒന്ന് പറഞ്ഞോട്ടെ. ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. കറണ്ടില്ലാത്ത വീട്ടിൽ. എൻ്റെ വീട്ടിൽ കറണ്ട് വന്നപ്പോൾ എനിക്ക് 28 വയസ്സായി. അതായിരുന്നു എൻ്റെ വീട്. ഓലമേഞ്ഞ വീട്, മഴ പെയ്താ വെള്ളം അകത്ത് വീഴുന്ന വീട്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ 4-5 മണിക്കൂറാണ് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. വീട് ചെറുതാണേലും അഭിഷേകം വലുതായിരുന്നു. നിന്നെ മോഹിപ്പിച്ച് സ്വപ്നം കാണിപ്പിച്ച് എന്തെങ്കിലും ആക്കിയെടുക്കാമെന്ന് പറയാനല്ല ഞാനിങ്ങോട്ട് വന്നേ. ഇത് മുള്ളു നിറഞ്ഞ പാതയാണ്, പറ്റുവേ പോയാൽ മതി. പക്ഷേ ഇടയ്ക്ക് വെച്ചൊരഭിഷേകം തൊട്ടാൽ, ഞാൻ ഇന്നിവിടെ നിന്ന് ഈ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ 30 രാജ്യത്തിൻ്റെ സ്റ്റാമ്പുണ്ട്. 30 രാജ്യത്ത് യേശുവിനെ പ്രസംഗിച്ചവനാണ് ഞാൻ. നീ ജനിച്ചത് ഓലപ്പരയിലാണേലും അഭിഷേകം തൊട്ട പൊക്കും ദൈവം. ഹല്ലേലൂയ. അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കും. കൂലിപ്പണിക്കൊക്കെ പോകുന്ന അമ്മ, കൂലിപ്പണി ചെയ്യുന്ന ഒരപ്പൻ, രണ്ടുപേരും കൂലിപ്പണിക്ക് പോകും. അപ്പൻ്റെ അമ്മയുടെയൊക്കെ കവളൊക്കെ അങ്ങ് ഒട്ടി, കണ്ണൊക്കെ കുഴിഞ്ഞ് വെയിൽ കൊണ്ടതാ. എന്നെ ഇങ്ങനെ ആക്കിയതപ്പോൾ അവരങ്ങനെ ആയിപ്പോയതാ.
അമ്മ പ്രാർത്ഥിക്കുമ്പം കർത്താവെ എൻ്റെ മകനെ മഹാരാഷ്ട്രയിൽ അയക്കണേ, ഡൽഹിയിൽ അയക്കണേ, UP-യിൽ അയക്കണേ, നോർത്ത് ഇന്ത്യയിൽ അയക്കണേ, ആസാമിൽ അയക്കണേ, ഇത് തന്നെ പറഞ്ഞ് അമ്മ പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്ക് പറയും ഫിലിപ്പീൻസിൽ അയക്കണേ, ആഫ്രിക്കയിൽ അയക്കണേ. കർത്താവെ അമ്മ മറ്റ് ഇതര കൺട്രികൾ പേര് പല പല ട്രൈബൽസിൻ്റെ എനിക്കറിയില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത എൻ്റെ അമ്മയ്ക്ക് ഈ രാജ്യങ്ങളുടെയൊക്കെ പേരെങ്ങനെ കിട്ടിയെന്ന്. ഒരു കാര്യം സത്യമാണ്, വിദ്യാഭ്യാസമൊക്കെ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ മാറി നിൽക്കും. ഇന്ന് എൻ്റെ അമ്മ അപ്പനും ഒത്തിരി സന്തോഷിക്കുക എന്നെ ഓർത്ത്. കാര്യം അന്ന് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെയൊക്കെ സ്ഥലങ്ങളിൽ ദൈവം എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ കണ്ണീന്ന് വീഴുന്ന കണ്ണുനീര്, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ണുനീരൊന്ന് സ്കാൻ ചെയ്യാമെങ്കിൽ അതിൻ്റെ അകത്ത് ചോരമയം കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ് മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, അവൻ കാണുന്ന ദൈവമാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് പകൽ അമാലേക്കിൻ്റെ അധികാരങ്ങളെ ശാസിക്കുന്ന അപ്പനമ്മമാരുണ്ടെങ്കിൽ ഒരു തലമുറ സുവിശേഷത്തിന് വേണ്ടി ധീരയോദ്ധാക്കളായി നിൽക്കുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കുകയാണ്. ഇനിയാണ് എസ്തേറിൻ്റെ പുസ്തകം പഠിക്കേണ്ടത്. ഇനി എസ്തേറിൻ്റെ പുസ്തകം പഠിച്ചാൽ നമ്മുടെ റൂട്ട് മാറും. കാര്യം ഹാമാൻ രംഗത്ത് വന്നത് അമാലേക്യനായിട്ടാണ്. പുറപ്പാട് 17 എന്താ വായിച്ചേ? ഫ്രം ജനറേഷൻ ആൻഡ് ടു ജനറേഷൻ, തലമുറ തലമുറയായി ദൈവത്തിന് യുദ്ധമുണ്ട്. ആരോട്? അമാലേക്കിനോട്. ഇനി വായിക്കും 3:1 ആഗാഗ്യനായ ഹമദാഥയുടെ മകൻ ഹാമാൻ. ചേർത്ത് വായിച്ചാൽ അമാലേക്യനായ ഹാമാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് വണങ്ങാതിരുന്ന മൊർദെഖായിയെ മാത്രം കൊല്ലാതെ മൊർദെഖായിയുടെ ജാതി നോക്കിയപ്പോൾ യഹൂദ ജാതിയാണെന്ന് മനസ്സിലാക്കി ഹാമാൻ പറയുക, എന്തിനാ മൊർദെഖായിയെ മാത്രം കൊല്ലുന്നത്? മുഴു യഹൂദനെയും കൊന്നേക്കാം. അങ്ങനെ ആദാർ മാസം എന്ന 12-ാം മാസം 13-ാം തീയതി രേഖ കൊടുക്കുകയാ, മുഴുവൻ യഹൂദനെയും കൊല്ലാം. ഇത് അമാലേക്കിൻ്റെ പ്ലാന, അമാലേക്കിൻ്റെ സ്ട്രാറ്റജിയാണ്. ഹല്ലേലൂയ. തമ്പുരാൻ സമ്മതിച്ചില്ല. ആദാർ മാസം എന്ന 12-ാം മാസം 13-ാം തീയതി വരുന്നതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ സ്ട്രാറ്റജി ഓപ്പണായി. പിശാചിനറിയാൻ വയ്യാത്ത തന്ത്രം ദൈവസഭയ്ക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പിശാചിനറിയാൻ കഴിയാത്ത തന്ത്രം ദൈവസഭയ്ക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പിശാചിനറിയാൻ കഴിയാത്ത തന്ത്രം ദൈവസഭയ്ക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, കൃപാസനം സഭയ്ക്ക് വേണ്ടി പിശാചിനറിയാത്ത ചില തന്ത്രങ്ങൾ ദൈവസഭയ്ക്കുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പിശാചിനറിയാൻ വയ്യാത്ത തന്ത്രങ്ങൾ ദൈവസഭയ്ക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പിശാചേ നിനക്കറിയാൻ കഴിയാത്ത തന്ത്രങ്ങൾ ദൈവസഭയ്ക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, പിശാചിനറിയാൻ വയ്യാത്ത സ്ട്രാറ്റജി. അതെ, കൃപാസനം ദൈവസഭ ഒരു സ്ട്രാറ്റജിക് മൂവിലേക്ക് മൂവ് ചെയ്യാൻ പോകുകയാ. സ്ട്രാറ്റജിക്കായി മൂവ് ചെയ്യാൻ പോകുകയാ. നിന്റെ ഫാമിലിക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ പിശാചിന്റെ തന്ത്രം, അതാ സ്ട്രാറ്റജി. ആ തന്ത്രങ്ങൾ പിശാച് തന്ത്രങ്ങളായിട്ടാണ് വരുന്നത്. ആ തന്ത്രങ്ങൾ പിശാച് വ്യക്തികളുടെ അകത്ത് കൊടുക്കും. അവരുടെ നാവിൽ കൂടി ആ തന്ത്രം പുറത്തു വരും. എന്തിനാ? ദൈവസഭ വളരരുത്, സ്നാനങ്ങൾ നടക്കരുത്, അതിനെ മുടിച്ചു കളയണം, ഇല്ലാതെയാക്കണം. തന്ത്രങ്ങളുമായിട്ട് വരികയാ. വാളായിട്ടല്ല വരുന്നത്, ഗണ്ണായിട്ടല്ല വരുന്നത്, തന്ത്രങ്ങളായി. സ്ട്രാറ്റജി. കമാൻ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്, പുതിയ ഏർപ്പാട് സഭ ഇന്ന് രാവിലെ ആത്മാവിന്റെ വാളെടുത്ത് പൈശാചിക സ്ട്രാറ്റജിയെ ഇന്ന് രാവിലെ തകർക്കുക. ജൽബനാര അർപ്പണബാധന പ്രബാല ഘടക ക്ഷനാദരി അഷ്ടര ജലഖദാര ഘടക ക്ഷമനഗദല വൈശസ് അസ്താരാജ ബസ്തരജാന അർക്കമനാദരയ പ്രൗഢമനഗദല വൈശംദരാധന. പൂരെന്ന ചീട്ടിനെ പുരീം പെരുന്നാളാക്കി മാറ്റിയ പുസ്തകം
തീർന്നില്ല. ആമാൻ പറഞ്ഞത് മൊർദെഖായിയെ മാത്രം കൊല്ലണ്ട, മുഴുവൻ യഹൂദനെയും കൊല്ലണം. തമ്പുരാൻ എന്താ ചെയ്തേ? ആമാനെ 10 മക്കളെ, ജനറേഷനെ തകർത്ത് കളഞ്ഞു. എന്ന് വെച്ചാൽ അമാല്യക്കിന്റെ ഓർമ്മയെ, അവസാനത്തെ കണ്ണിയം കൂടി തമ്പുരാൻ തകർത്ത് കളഞ്ഞു. ഫ്രം ജനറേഷൻ ആൻഡ് ടു ജനറേഷൻ. നിന്റെ ജനറേഷനെതിരെ നിന്നാൽ തമ്പുരാൻ സമ്മതിക്കുകയില്ല. പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇനി നിങ്ങളുടെ സമയമാണ്. 1-2 നിമിഷങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പോരാടാനുള്ള സമയമാണ്. ധുമനഗരഗടിത വലിജബല്ല ഹതനിക ബഹോഷിയ. ഒരു ദീർഘദർശന ആ ലെവല് ഹോളി സ്പിരിറ്റ് ഇവിടെ ഓപ്പൺ ആക്കി തരുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഒരു പ്രൊഫറ്റിക് ഏറിയ കൃപാസനം ദൈവസഭ എങ്ങനെ കൃപാവരങ്ങളെ ഡീൽ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ ശാന്തമായി ഇവിടെ നിന്ന് ഈ ജനത്തിൻ്റെ മേൽ ഈ അഭിഷേകം എൻ്റെ കരമുയർത്തി ഞാൻ ഇമ്പാർട്ട് ചെയ്യുകയാണ്. റബീദന സഖരിഗബാന ഘടകബൗ ശബരിയാതന. ഈ കര ഉയർത്തി പിടിച്ചവരുടെ നാവിൽ നിന്ന് ശബ്ദം ഉയരെ അന്യഭാഷ വരണം. ടങ്സ് 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 സ്പീക്കിംഗ് ടങ്സ്. ഘടന നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ അന്യഭാഷ കേൾക്കട്ടെ. ജല ഹദരിഗബാല ഘടതവാലി സ്തബാരി. ആ കൈ ഉയർത്താൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഉയർത്തിയ കരം കൊണ്ട് കര ഉയർത്തിപ്പിടിച്ച് അമാല്യക്കിൻ്റെ പവറിനെ വെട്ടണം. അമാല്യക്ക് ശക്തിയെ വെട്ടണം. നീ വെട്ടണം. റഠബ 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 റഠബ. ഓരോ അഭിഷിക്തന്മാരും ആത്മാവിൽ ജ്വലിക്കുക. സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി. അറബി അംദൽ ഖമനി ഷഹിബാന റക്തലബ. യെസ്, എൻ്റെ റൈറ്റ് സൈഡിൽ ഒത്തിരി യൗവനക്കാരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾക്കുള്ള ഫ്യൂച്ചറിനെ ബ്ലോക്ക് ചെയ്യുന്ന അമാല്യക്ക് ശക്തിയെ ഞാൻ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. നിങ്ങളിൽ ശക്തന്മാരായ ശുശ്രൂഷകന്മാർ എഴുന്നേക്കാൻ പോകുകയാണ്. നിങ്ങളിൽ നിന്ന് അതിശക്തന്മാരായ ഊഴിയക്കാർ പുറത്തു വരാൻ പോകുകയാണ്. നിങ്ങളിൽ നിന്ന് അതിശക്തമായ ഹൈ ഒഫീഷ്യൽസ് പുറത്തു വരാൻ പോകുകയാണ്. നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് ബ്ലെസ്ഡ് ആകാൻ പോകുകയാണ്. വിദേശ സ്വദേശ ബന്ധങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ഈ പുസ്തകമെന്ന പടവാൾ എടുത്തുകൊണ്ട് ഇന്ത്യയിൽ നെടുകയും കുറുകയും ഓടാൻ ചില യൗവനക്കാരെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. உமக்காகத்தானே உயிர் வாழ்கின்றேன், உம்மை தானே நேசிக்கிறேன். ஓ உமக்காகத்தானே உயிர் வாழ்கிறேன், 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 உம்மை தானே நேசிக்கிறேன். உமக்காகத்தானே உயிர் வாழ்கிறேன், உம்மை தானே நேசிக்கிறேன். வாழ்ந்தாலும் உம்மோடுதான், மரித்தாலும் உம்மோடுதான். நான் வாழ்ந்தாலும் உம்மோடுதான், மரித்தாலும் உம்மோடுதான். ஓ உமக்காகத்தானே உயிர் வாழ்கிறேன், உம்மை தானே நேசிக்கிறேன். ஓ உமக்காகத்தானே உயிர் வாழ்கிறேன், உம்மை தானே நேசிக்கிறேன். வாழ்ந்தாலும் உம்மோடுதான், மரித்தாலும் உம்மோடுதான். நான் வாழ்ந்தாலும்
വിശ്വസിക്കും ഒരു ജനറേഷൻ എഴുന്നേക്കാൻ സമയമായെന്ന്. പോരാ, ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറ. അങ്ങനല്ല, അമാലേക്കിന്റെ ശക്തിയെ തകർത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി പിടിച്ചൊരു ഹല്ലേലൂയ പറയാമല്ലോ. മൂന്നാമത്തെ പോരാട്ടം ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പോരാട്ടം അകത്തെ യുദ്ധം, ഇൻസൈഡ് ബാറ്റിൽ. രണ്ടാമത്തെ പോരാട്ടം ഔട്ട്സൈഡ് ബാറ്റിൽ, പുറമേയുള്ള യുദ്ധം. മൂന്നാമത്തെ പോരാട്ടം ഫിസിക്കൽ ബാറ്റിൽ, ശരീരത്തിനെതിരെയുള്ള പോരാട്ടം, ഫിസിക്കൽ ബാറ്റിൽ. അതോടെ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. രാത്രി നമ്മുടെ സമാപന കൂട്ടം നടക്കേണ്ടതാണല്ലോ. ശരീരത്തിനെതിരെയുള്ള യുദ്ധം, ഫിസിക്കൽ ബാറ്റിൽ. പുതിയ നിയമസഭ ഫിസിക്കലി ഫിറ്റായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നലെ രാത്രിയും ആദ്യത്തെ രാത്രിയും ഞാൻ യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ 39 പ്രാവശ്യം യേശു കർത്താവ് അടിപ്പിണർ ഏറ്റു. അടി കൊണ്ടത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയാണെന്ന് ബൈബിൾ പറയുന്നു. 1 പത്രോസ് 2:24, യെശയ്യാവ് 53:5 ബൈബിൾ പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഹീലാകേണ്ടതിനായി യേശു അടിപ്പിണർ ഏറ്റു. അതുകൊണ്ട് രോഗവുമായി കോംപ്രമൈസ് ചെയ്യരുത്. രോഗത്തെ സൗഖ്യമാക്കുന്ന യേശുവിന് കൈ കൊടുക്കണം. ഫിസിക്കലി വീക്കാകത്തക്കവണ്ണം എപ്പോഴും ഒരു യുദ്ധം, ഒരു പോരാട്ടം നമുക്കുണ്ട്. എപ്പോഴും ഫിസിക്കലി വീക്കാകത്തക്കവണ്ണം. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ 30 വർഷം പിന്നിടുമ്പോൾ 23 വർഷം കഴിഞ്ഞു ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേല ആരംഭിച്ചിട്ട്. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 23 വർഷം കഴിഞ്ഞു. പലപ്പോഴും ഫിസിക്കൽ ഏരിയകളിൽ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിരിക്കുന്ന 1-2 കാര്യങ്ങൾ പറയാം. എപ്പോൾ ശരീരം ബലഹീനമാകുമോ അപ്പോൾ ആത്മമണ്ഡലം തുറക്കപ്പെടും. ഫിസിക്കലി വീക്കാകുന്ന സമയത്ത് യാത്ര ചെയ്യാനൊക്കത്തില്ല. ചിലപ്പോൾ ഒരേ ഇരിപ്പിലിരിക്കണം, അല്ലെ ഒരേ കിടപ്പിൽ കിടക്കണം. പക്ഷേ നീ ഫിസിക്കലി വീക്കാകുമ്പോൾ പിശാച് നിന്നെ തകർക്കുമെന്ന് നീ വിചാരിക്കരുത്. നീ ഫിസിക്കലി വീക്കാകുമ്പോൾ ആത്മമണ്ഡലം ഓപ്പണാക്കണം, അന്യഭാഷകളിൽ സ്തോത്രം ചെയ്യണം. ശരീരം ബലഹീനമാണ്, പക്ഷെ ആത്മാവ് ഒരുക്കമുള്ളതാണ്. ശരീരം ബലഹീനവാ, പക്ഷെ ആത്മാവ് ഒരുക്കമുള്ളതാണ്. നീ ആ ഫിസിക്കൽ വീക്കായി കിടക്കുന്ന സമയത്തായിരിക്കാം സ്വർഗീയമായൊരു സ്വപ്നം കർത്താവ് തരുന്നത്, സ്വർഗീയമായൊരു ദർശനം കർത്താവ് തരുന്നത്. അതൊന്ന് തരാൻ വേണ്ടിയാ ഒരാഴ്ച നിന്നെ ഒരു റൂമിൽ തമ്പുരാൻ അഡ്ജസ്റ്റ് ചെയ്തതെങ്കിൽ ആ ഒറ്റ ദർശനം ഒരു നാടിൻ്റെ വിടുതലായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭ ആത്മികാരോഗ്യമുള്ളവരാകണം. ഒത്തിരി ദൂരം ഓടണമെങ്കിൽ നമുക്ക് ശരീരത്തിന് ആരോഗ്യം കൂടിയേ തീരുകയുള്ളൂ. നമ്മൾ വീക്കായി കിടക്കുന്നത് കണ്ട് കൈകൊട്ടാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ മത്തായി സുവിശേഷം 14-ാം അധ്യായം 14 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കിയെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. നമ്മുടെ സഭകളിലെല്ലാം രോഗശാന്തി ശുശ്രൂഷ ശക്തമായി നടന്നേ പറ്റുള്ളൂ. കാര്യം ചിലർ ചോദിക്കാറുണ്ട്, വചനം പ്രസംഗിച്ചപ്പോൾ എന്തിനായി രോഗശാന്തി കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നോട് നേരിട്ട് ചോദിച്ചവരുണ്ട്. ഞാൻ അവരോട് ശാന്തമായി പറയാറുണ്ട്, ക്യാൻസർ രോഗിയോട് ചോദിക്കണം ക്യാൻസർ വന്നാലുള്ള വേദന എന്താണ്. ബ്ലഡ് ക്യാൻസർ അനുഭവിക്കുന്ന രോഗിയോട് ചോദിക്കണം ബ്ലഡ് ക്യാൻസർ വന്നാലുള്ള അവസ്ഥ എന്താണ്. മനസ്സിലാകുന്നുണ്ടോ? തളർവാദ രോഗം പിടിച്ചു കിടക്കുന്നൊരു മനുഷ്യനോട് ചോദിക്കണം അതിൻ്റെ വേദന എന്താണെന്ന്. ശരീരത്തിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ രോഗശാന്തിയോട് ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ വാല്യുബിളായുള്ള ഏറിയായൊന്നും കാണുകയല്ല. പക്ഷേ മറക്കരുത്, യേശു ഈ ഭൂമി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്ത ശുശ്രൂഷ രോഗശാന്തി ശുശ്രൂഷയാണ്. തന്നെ തൊട്ടവർ സൗഖ്യമായി, താൻ തൊട്ടവർ സൗഖ്യമായി, താൻ പറഞ്ഞവർ സൗഖ്യമായി. രോഗശാന്തി വേണ്ടിയവർക്കെല്ലാം യേശു സൗഖ്യം കൊടുത്തു. ഞാൻ ഇന്ന് രാവിലെ
കർത്തൃദാസൻ പാസ്റ്റർ ഫ്രാൻസിസ് എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്ന വഴി എൻ്റെ കൂടെ കർത്താവിൻ്റെ വയലിലായിരിക്കുന്ന ദൈവദാസനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു വചനമുണ്ട്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 14 പൗലൂസ് ലുസ്ത്രയിൽ ചെന്നപ്പോൾ ഒരു മുടന്തനായ മനുഷ്യൻ ഇരിക്കുക, കാല് തളർന്നു കിടക്കുക. പക്ഷേ അവൻ്റെ നോട്ടം കണ്ടപ്പോൾ പൗലൂസിന് മനസ്സിലായി അവന് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന്. ഓ സ്തോത്രം, സ്തോത്രം. വേലക്കാരെ, ചിലരുടെ നോട്ടം കാണുമ്പോഴേ അവരുടെ ആവശ്യം അറിയണം. സ്തോത്രം. അവൻ സൗഖ്യമാകാനാണ് നോക്കുന്നതെങ്കിൽ, ഒരു അഭിഷേകത്തിനാണ് അവൻ നോക്കുന്നതെങ്കിൽ, ഒരു പ്രാർത്ഥനയുടെ മറുപടിക്കാണ് അവൻ നോക്കുന്നതെങ്കിൽ, നിന്റെ കൈവപ്പിനാൽ ആ വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ സ്തുതിച്ചു തുടങ്ങാം ദൈവത്തിന്. ഒരു വലിയ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ മർക്കോസ് സുവിശേഷം 16 അധ്യായം 16 മുതലുള്ള വാക്യം അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അപ്പോൾ ആ ദൈവദാസൻ ആയിരക്കണക്കിന് പേര് കൂടുന്ന മൾട്ടി ലാംഗ്വേജസ് ആണ് അവിടെ ഉള്ളത്. ട്രാൻസ്ലേഷൻ ആ മീറ്റിങ്ങിലുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത, പല ഭാഷക്കാരവിടെ വന്നിരിക്കുക. അടുത്ത് നിൽക്കുന്ന ഏത് ഭാഷക്കാരനാണെന്ന് പോലും അറിയത്തില്ല. പല ഭാഷക്കാർ ഒരുമിച്ച് നിൽക്കുന്ന മീറ്റിംഗ്. ഈ വാക്യം വായിച്ച് പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി പ്രാർത്ഥിച്ചാൽ മതി, കൽപ്പിച്ചാൽ മതി, രോഗി സൗഖ്യമാകും. സൗഖ്യമാകാൻ വേണ്ടി പ്രത്യേകിച്ച് PhD ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഒന്നും വേണ്ട, വിശ്വാസം മാത്രം മതി. എന്നിട്ട് ആ മീറ്റിങ്ങിൻ്റെ അവസാനം ആ ദൈവദാസൻ എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് തമ്മിൽ ഈരണ്ട് പേര് വെച്ച് കൈകോർത്ത് പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിക്കാൻ പറഞ്ഞു, രോഗം എന്താ? ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ രണ്ട് പേര്, ആയിരക്കണക്കിന് പേരല്ലേ, ഇങ്ങനെ കൈകോർത്ത് പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ അനൗൺസ് ചെയ്തു, സുഖമായവരെല്ലാം സ്റ്റേജിലോട്ട് വരാൻ പറഞ്ഞു. 100 കണക്കിന് പേരിങ്ങനെ ലൈൻ നിൽക്കുക സൗഖ്യമായ ടെസ്റ്റിമണി പറയാൻ. ഒരു ഒരു യൗവനക്കാരൻ കയറി വന്നിട്ട് അവൻ്റെ സാക്ഷ്യം പറയുക, ഞാൻ ഇന്ന സ്റ്റേറ്റിൽ നിന്ന് വന്നതാണ്, എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കൈകളിൽ കാണാവുന്ന ഭാഗത്ത് തന്നെ ട്യൂമറുകൾ, ഇങ്ങനെ മുഴകൾ ഇങ്ങനെ ഉയർന്നു നിൽപ്പുണ്ട്. എൻ്റെ കൂടെയുള്ളവരെയൊക്കെ ഞാൻ കാണിച്ചു, എൻ്റെ കൂടെ വന്നവർക്കും അതറിയാം, എൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചവർക്കും അറിയാം, പ്രാർത്ഥിച്ച ബ്രദറിനും അറിയാം. അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അപ്പോൾ തന്നെ എൻ്റെ മുഴകൾ, ആ ട്യൂമറുകൾ അപ്രത്യക്ഷമായി പോയി. അത് കാണാനില്ല, ഞാൻ സൗഖ്യമായി എന്നും പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുക. ഉടനെ ഈ ദൈവദാസൻ ചോദിച്ചു, ബ്രദറെ, നിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചത് ആരാന്ന് ചോദിച്ചു. പറഞ്ഞു, അത് വേറൊരു ഭാഷക്കാരനാ പ്രാർത്ഥിച്ചേ, ഭാഷ പോലും എനിക്കറിയില്ല, പേരും എനിക്കറിയത്തില്ല. പുള്ളിയുടെ ഭാഷയിൽ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അതുകൊണ്ട് പുള്ളിയുടെ ഭാഷ അറിയില്ലെങ്കിലും പുള്ളി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ട്യൂമറുകളെല്ലാം മാറിയെന്ന് പറഞ്ഞു. ഉടനെ ആ ദൈവദാസൻ, ആ പ്രായമുള്ള ലീഡർ അനൗൺസ് ചെയ്യുകയാ, അഡ്രസ് ഇല്ലാത്തവനെ കൊണ്ട് അത്ഭുതം ചെയ്യുന്ന ദൈവം. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ അഡ്രസ് ഒന്നും വേണ്ട കേട്ടോ. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ വിശ്വസിക്കുന്ന ഒരാളെ കിട്ടിയാൽ മതി. എത്ര പേർക്ക് ആ സൗഖ്യത്തിൽ വിശ്വാസമുണ്ട്? സൗഖ്യം തരുന്ന ദൈവത്തിൽ വിശ്വാസമുണ്ട്. ആമേൻ. എല്ലാ ദൈവമക്കളും അടുത്തടുത്തിരിക്കുന്നവർ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു അരനിമിഷം ആ കൈയൊന്ന് അടുത്തടുത്തിരിക്കുന്നവർ മാത്രം ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു മാസ് ഹീലിംഗ് ഇന്ന് പകൽ നമ്മുടെ ദൈവസഭയ്ക്കകത്ത്, ഈ പന്തലിൻ്റെ അകത്ത് നടക്കട്ടെ. അല്ല, പുറത്ത് റോട്ടിലോ റോഡ് സൈഡിലോ വീടുകളിലോ ഒക്കെ രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, സൗഖ്യമാക്കാൻ ദൈവത്തിൻ്റെ കരം നീട്ടട്ടെ, ദൈവത്തിൻ്റെ കരം നീട്ടട്ടെ. കണ്ണുകളെ മൂടി കരങ്ങളെ ചേർത്ത് പിടിച്ച് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്ക്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ
നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കുക. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്താൽ നിങ്ങളുടെ ക്യാൻസർ വിട്ടുമാറട്ടെ, ട്യൂമറുകൾ വിട്ടുമാറട്ടെ, തൈറോയിഡുകൾ വിട്ടുമാറട്ടെ, ബാക്ക് പെയിൻ എല്ലാം വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്താൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ വിധിച്ച ആ റിസൾട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ സർജറി യേശു നടത്തട്ടെ. കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചോ, കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചോ. വിട്ടുമാറാത്ത ആ മൈഗ്രെയിൻ പോലെയുള്ള തലവേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മകളെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. കണ്ണുകളെ മൂടി പ്രാർത്ഥിച്ചു കൊള്ളുക. ഇപ്പോൾ തന്നെ ആ ബാക്ക് പെയിൻ മാറിപ്പോകട്ടെ. ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങൾ, വാദത്തിന്റെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. അലർജി പോലെയുള്ള രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ആസ്മ രോഗങ്ങൾ, ശ്വാസം മുട്ടലുകൾ, ഫിക്സ് പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്താൽ, ശ്വാസത്തോട് ബന്ധപ്പെട്ടുള്ള ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ബി ഹീൽ ഇൻ ജീസസ് മൈറ്റി നെയിം. ഇപ്പോൾ തന്നെ ഫിസിക്കലി ആ പോരാട്ടം ജയിക്കുകയാ, ശാരീരിക പോരാട്ടങ്ങളെ ജയിക്കുകയാ. നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ആ രോഗശക്തി വിട്ടുമാറുകയാ. ഉഡാലാബാരാബ, ആ വീഴ്ചയിൽ വെച്ചേറ്റ ക്ഷതങ്ങൾ ശരീരത്തിൽ നിന്ന് മാറിപ്പോകയാ. ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, ശരീരത്തിൽ സൗഖ്യം നടക്കട്ടെ. നീ നെടിയ ആയുസ് ഉയരോടിരിക്കേണ്ട ഒരാളാണ്. ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമെന്ന ദൈവത്തിൻ്റെ വചനം നിന്നെ അകാലത്തിൽ വെച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ സ്ട്രാറ്റജികളും ദൈവവചനം പറഞ്ഞ് ഇപ്പോൾ തന്നെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. അവിടുത്തെ സൗഖ്യം ഇപ്പോൾ ഈ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ചല ധര കൽഗട ബർദനി മച്ച റാട്ട, നിന്റെ പണം മുഴുവൻ ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കത്തക്കവണ്ണം നിന്റെ ശരീരത്തെ രോഗമിട്ട് ബന്ധിക്കുന്ന ആ ബന്ധനങ്ങളെ വചനം പറഞ്ഞ് ശാസിക്ക്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയാണ്. ആ ആത്മാവിനാൽ ഇപ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ ജയമെടുക്കുകയാണ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നതിനാൽ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ. അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. കമാൻ, വായു തുറന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈപിടിച്ച വ്യക്തിയിലേക്ക് ദൈവശക്തി പകരപ്പെടട്ടെ. മാംസമാന യാവരുടെ മേലും ഞാൻ ആവിയെ ഊറ്റുവേൻ. എല്ലാ മക്കളുടെ മേലും ആവിയാനവർ ഇറങ്ങി വരുവതാകട്ടെ. ആഭിചാരം കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ കെട്ടി നിന്റെ ശരീരത്തെ പൂട്ടിവെച്ച എല്ലാ പൈശാചിക അധികാരങ്ങളും ഇപ്പോൾ തന്നെ ഹീലാവുകയാ. സൗഖ്യമാകുന്നു, 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 സൗഖ്യമാകുന്നു. പറ, വാ തുറന്ന് പറ, കൈകോർത്ത് പറ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. വായ് തുറന്ന് പറ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വാ തുറന്ന് പറ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശബ്ദമുയർത്തി ഈ സഭ മുഴുവൻ പറയുക, സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരിക്കൽ പോലും നീ കാണുകയില്ല. പറ, ആ വ്യക്തി കേൾക്കെ പറ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം, 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 സൗഖ്യം. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഒരു നിമിഷം എളുമ്പി നിൽക്കുവാ കർത്താവിൻ്റെ സമൂഹത്തിൽ. റിബാല ഖതറബ ഖാഷ ഖതറബ ഖതറബ ഖന.
நீரில்லாத நாளெல்லாம் நாளாகுமா? நீரில்லாத வாழ்வெல்லாம் வாழ்வாகுமா? 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 உயிரில் ஊற்றே நீயாவா, உண்மையின் வழியே நீயாவா. உயிரில் ஊற்றே நீராவா, உண்மையின் வழியே நீராவா. உணவில் பிறப்பே நீராவா, உள்ளத்தில் வாழ்வே நீராவா. உணவில் பிறப்பே நீராவா, உள்ளத்தில் மகிழ்வே நீராவா. நீரில்லாத நாளெல்லாம் நாளாகுமா? நீரில்லாத வாழ்வெல்லாம் வாழ்வாகுமா? நீரில்லாத நாளெல்லாம் நாளாகுமா? நீரில்லாத வாழ்வெல்லாம் வாழ்வாகுமா?